أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلت حيلتنا أدركنا. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنما المؤمنون الذين إذا ذكر الله وجلت قلوبهم وإذا تليت عليهم آياته زادتهم إيمانا وعلى ربهم يتوكلون. صدق الله العلي العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറ്റവും ബഹുമാന ആദരവുകൾ നിറഞ്ഞ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, പരിശുദ്ധ റമളാൻ പകുതി പിന്നിടുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളുള്ളത്. ഷെയ്ഖുന സയ്യിദ് ത്വാഹിറുൽ അഹദൽ തങ്ങൾ അവരുടെ ചാരത്ത് നമ്മുടെ മഹല്ലിൻ്റെ കീഴിലുള്ള റമളാൻ പ്രഭാഷണം അൽഹംദുലില്ലാ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വിശ്വാസികളായ നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമളാൻ എന്ന് പറയുമ്പോൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്ന, അല്ലാഹുവിൻ്റെ എല്ലാ നിഅമത്തുകളും ലഭിക്കണം, അല്ലാഹുവിൻ്റെ പൊരുത്തം നേടണം എന്നാഗ്രഹിക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമളാൻ വലിയ അവസരമാണ്. നമ്മൾ സാധാരണ പറയാറുണ്ട്, നല്ല ദിവസങ്ങൾ ആരെയും കാത്തിരിക്കൂല എന്നുള്ളത്. നിങ്ങൾ നോക്കി, റമളാൻ തുടങ്ങി തക്ബീർ ചൊല്ലിയ ദിവസം നമ്മളൊക്കെ ഓർക്കുന്നുണ്ടാവും. ഇന്ന് റമളാൻ 15. ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമേ നമ്മുടെ മുമ്പിലുള്ളൂ. എന്ന് വെച്ചാൽ റമളാൻ അവസാനിക്കാൻ വേണ്ടി പോവാണ്. നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ പൊരുത്തം നേടുന്ന വിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മളൊക്കെ വിശ്വാസികളാണല്ലോ അല്ലേ? മുഅ്മിനീങ്ങളാണ് നമ്മൾ. ഏത് സമയത്തും നമ്മുടെ ഈമാൻ നമ്മൾ കാത്തു സൂക്ഷിക്കുന്നവരാണ്. വലിയ നിധി പോലെ സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ ഈമാൻ. അതുകൊണ്ട് തന്നെ മുർത്തദ്ദാകുന്ന ഏത് സാഹചര്യങ്ങളും, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ഏത് അവസരങ്ങളും ഒരു വിശ്വാസി വളരെ ശ്രദ്ധയോടെ സൂക്ഷിക്കണം. അല്ലാഹുവിൻ്റെ
റബ്ബിനെ വിശ്വസിക്കുന്ന അൽ ഈമാനു അൻ തുഅ്മിന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറുസുലിഹി വൽ യൗമിൽ ആഖിരി വൽ ഖദരി ഖൈരിഹി വശർരിഹി മിനല്ലാഹി തആല. അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന, അല്ലാഹുവിൻ്റെ മലക്കുകളെ കൊണ്ട് വിശ്വസിക്കുന്ന, അല്ലാഹുവിൻ്റെ കിതാബുകളെ കൊണ്ട് വിശ്വസിക്കുന്ന, മുർസലുകളെ കൊണ്ട് വിശ്വസിക്കുന്ന, അവസാന നാളുണ്ട്, എല്ലാം അവസാനിക്കുന്നൊരു ദിവസമുണ്ട് എന്ന് വിശ്വസിക്കുന്ന, ഏത് നന്മയും തിന്മയും അല്ലാഹു കണക്കാക്കിയതാണ് എന്ന് വിശ്വസിക്കുന്ന വിശ്വാസികളാണ് നാം. പക്ഷെ നമ്മളൊക്കെ പറയുന്ന ഒരു വിശ്വാസം അത് ശരിയായ വിശ്വാസമാണോ? പൂർണ്ണമായി നമ്മൾ ഇസ്ലാമിൽ പ്രവേശിച്ചിട്ടുണ്ടോ? ഇത് ചില്ലറ സംഭവമല്ല. പേര് മുസ്ലിമായി, പേരൊന്നുകിൽ അബ്ദുസ്സലാമാണ്, അബ്ദുറഹീമാണ്, അല്ലെങ്കിൽ ഫാത്തിമയാണ്, ആയിഷയാണ്, ഒക്കെ ശരിയാ. പക്ഷേ നമ്മൾ ആ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടോ, റിദ്ദത്ത് നമുക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് പേടിക്കേണ്ട ഒരു സംഭവമാണ്. താബിഈങ്ങളിൽ വലിയ പ്രമുഖനാണ് ഇബ്നു അബി മുലൈക്ക റളിയല്ലാഹു തആല അൻഹു. താബിഈങ്ങളിൽ വലിയ പ്രമുഖനായ ആളാണ്. അവരൊരു ദിവസം പറയുകയുണ്ടായി, റഅയ്തു 33 മിൻ അസ്ഹാബിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. താബിഈ എന്ന് പറഞ്ഞാൽ സ്വഹാബികളെ കണ്ടവർക്കാണ് താബിഈ എന്ന് പറയാം. താബിഈങ്ങൾ സ്വഹാബിയല്ല. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടവരല്ല താബിഊകൾ. എന്നാൽ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹയാത്ത് കാലത്ത് ഈമാനോടെ പൂർണ്ണ വിശ്വാസത്തോടെ കണ്ട് അവിടുത്തെ പൊരുത്തം വാങ്ങി ജീവിച്ചവരാണ് സ്വഹാബികൾ. ആ സ്വഹാബികളെ കണ്ടവർക്കാണ് താബിഊകൾ എന്ന് പറയും. താബിഈങ്ങളിൽ പ്രമുഖനായ ഇബ്നു അബി മുലൈക്ക തങ്ങൾ പറഞ്ഞത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏകദേശം 33ഓളം സ്വഹാബികളെ ഞാൻ കണ്ടിട്ടുണ്ട്. കുല്ലുഹും യഖാഫുൻ നിഫാഖ. ഈ സ്വഹാബികൾ മുഴുവനും ഞാൻ പൂർണ്ണമായി മുസ്ലിമായി എന്ന് കരുതിയ ആളുകളല്ല. സുബ്ഹാനല്ലാഹ്. ഇബ്നു അബി മുലൈക്ക തങ്ങൾ കണ്ട ഈ സ്വഹാബികൾ മുഴുവനും എൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കാപ്പട്യം വന്നിട്ടുണ്ടോ എന്ന് പേടിച്ച ആളുകളാണെന്നാണ് മഹാനവറുകൾ നമ്മെ പഠിപ്പിച്ചത്. കണ്ടോ, സ്വഹാബികൾ വരെ അങ്ങനെ ജീവിച്ചവരാ. സ്വഹാബികൾ വരെ അവരുടെ ജീവിതത്തിൽ മുഴുവനും പേടിച്ച് ജീവിച്ചവരാ. പിന്നെ നമ്മുടെ അവസ്ഥ പറയണ്ടോ? ഞാനൊരു വിശ്വാസിയാണ്, മുസ്ലിമാണ് എന്ന്, ഞാൻ മരിച്ചാൽ എനിക്ക് സ്വർഗം നിർബന്ധമാണ് എന്ന്, എൻ്റെ നാട്ടിൽ നിസ്കാരങ്ങൾ കൂടുതലുള്ള ഇസ്ലാം അധിഷ്ഠിതമായി ജീവിക്കുന്ന ഒരു മുസ്ലിം ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്നവൻ പൊട്ടനാണെന്നാണ് ഞാൻ പറഞ്ഞൊരു താല്പര്യം. അവൻ വിവരമില്ലാത്തവനാണ്. വിവരമുള്ളവനാണെങ്കിൽ അമല് ചെയ്യുന്നതോടൊപ്പം അവൻ്റെ ഈമാനിനെ കുറിച്ച് പേടിച്ചുകൊണ്ടേയിരിക്കും. അല്ലാഹു നമ്മുടെ ഈമാൻ മരണം വരെ നല്ല ഈമാനായി മഹാന്മാർ ജീവിച്ചതുപോലെയുള്ള ഈമാനിൽ അധിഷ്ഠിതമായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വരുന്നത് ആരാണ് യഥാർത്ഥ മുഅ്മിനീങ്ങൾ, വിശ്വാസികൾ എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു,
ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. യഥാർത്ഥ വിശ്വാസികളെക്കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ആരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് ഖുർആൻ പരിചയപ്പെടുത്തുന്ന ചില ആളുകൾ. അത് പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. അപ്പൊ ഞാനിത് പറയുന്നത് ഞാൻ വിശ്വാസിയാണോ പൂർണ്ണ മുഅ്മിനാണോ എന്ന് ഓരോരുത്തർക്കും ചിന്തിക്കാനുള്ളതാണ്. മറ്റാളെ നോക്കിയിട്ട് നിനക്കിതുണ്ടോ മറ്റവൻക്കതുണ്ടോ എന്ന് നോക്കേണ്ടതില്ല എന്നാണ് പറഞ്ഞതിൻ്റെ താല്പര്യം. നമ്മൾ സ്വയം നഫ്സിനോട്, നമ്മുടെ സ്വശരീരത്തോട് ചോദിച്ച് മനസ്സിലാക്കേണ്ട, അതല്ലെങ്കിൽ നമ്മുടെ ശരീരപ്രകൃതിയിൽ നിന്ന് ഗ്രഹിച്ചെടുക്കേണ്ട കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യമായി പരിശുദ്ധ ഖുർആൻ പറയുന്നത്, യഥാർത്ഥ വിശ്വാസിയെക്കുറിച്ച് ഖുർആൻ പറയുന്നത്, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജലത് ഖുലൂബുഹും. അല്ലാഹുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോ, അല്ലാഹ് എന്ന പേര് കേൾക്കുമ്പോ അവന്റെ ഹൃദയം പെടക്കുന്നുണ്ടോ? പേടികൊണ്ട് ഹൃദയത്തിൽ വല്ലാത്ത ഭയം വരുന്നുണ്ടോ? അതാണ് യഥാർത്ഥ വിശ്വാസിയുടെ ഒരു സ്വഭാവം. അല്ലാഹ് എന്ന് കേൾക്കുമ്പോ മനസ്സിലങ്ങോട്ട് പേടി വരണം. അങ്ങനെ പേടി വന്നാൽ ഓ മുഅ്മിനാണ്. നമ്മളൊക്കെ എത്ര വട്ടം കേൾക്കുന്നു അല്ലേ? നമ്മളിങ്ങനെ പറയുന്നു, അതും വലിയ തൗഫീഖാണ്. അള്ളാഹുവിൻ്റെ പേര് പറയുക എന്നുള്ളത്, ജലാലിയത്തിൻ്റെ ഇസ്മ പറയുക എന്നുള്ളത് വലിയ തൗഫീഖാണ്. അതിന് കുറച്ച് കാണല്ല ഞാൻ ചെയ്യുന്നത്. അള്ളാഹു എന്ന് പറയൽ അത് വലിയ ഭാഗ്യമാണ്. അതല്ലേ ഈമാനിന് ഒരുപാട് ശോഭകളുണ്ട്, ഒരുപാട് ഭാഗങ്ങളുണ്ട് ഈമാനിന്. അതിൽ വെച്ച് ഏറ്റവും അഫ്ളലായത് ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അൽ ഈമാനു ബിദ്ഉൻ വസബ്ഊന ശുഅബതൻ. ഈമാനിന് 70 ചില്ലാനം ശാഖകളുണ്ട്. ആ ശാഖകളിൽ വെച്ച് അഅലാഹാ ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ഒരാരാധനക്കർഹൻ, ആരാധിക്കപ്പെടേണ്ടവൻ അല്ലാഹു അല്ലാത്തവൻ ഒരു ഇലാഹുമില്ല എന്ന് മനസ്സിലുറപ്പിക്കലാണ് ആ ഈമാനിന്റെ 70 ചില്ലാനം ശാഖകളിൽ ഏറ്റവും മേലെയുള്ളത്. പിന്നെയോ വഅദ്നാഹാ, ആ ഈമാനിന്റെ 70 ചില്ലാനം ശാഖകളിൽ വെച്ച് ഏറ്റവും താഴെ നിൽക്കുന്നത് ഇമാദത്തുൽ അദാ അനിത്വരീഖ്. അവൻ നടന്നു പോകുന്ന വഴിയിൽ നിന്ന് ആ വഴിയിൽ വല്ല പ്രയാസങ്ങളും കണ്ടാൽ, ആ വഴിയിൽ വല്ല തടസ്സങ്ങളും കണ്ടാൽ ആ തടസ്സത്തിനെ മാറ്റിവെക്കലാണ് ഈമാനിന്റെ ഏറ്റവും ചെറിയ ശാഖ. പ്രയാസങ്ങൾ നിൽക്കുക. നടന്നു പോകുമ്പോൾ ഒരു പ്രയാസം കണ്ട എനിക്ക് നടന്നു പോകാനുള്ള ഗ്യാപ്പുണ്ടല്ലോ, മറ്റവൻ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ എന്ന് ചിന്തിക്കരുത് എന്ന്. ആ വഴിയിലുള്ള തടസ്സം മാറ്റിവെക്കണം. ഞാൻ പറഞ്ഞു വന്നത്, അള്ളാഹുവിൻ്റെ പേര് പറയൽ,
അത് വലിയ ഇബാദത്താണ്, അത് വലിയ തൗഫീഖുള്ള കാര്യമാ. ഏതായാലും ഒരു വിശ്വാസിയുടെ സ്വഭാവം ഇദാ ദുക്കിറല്ലാഹു വജലത് ഖുലൂബുഹും, അല്ലാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോൾ ഹൃദയം പടക്കണം. ഒരു സംഭവം ഞാൻ പറയാം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അണികളും ഒരു യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരിക. യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ആരുമില്ലാത്തൊരു സ്ഥലത്ത് വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഒരു മരച്ചുവട്ടിൽ വിശ്രമിക്കാൻ വേണ്ടി ഹബീബായ തങ്ങളും അനുയായികളും ഇരിക്കുകയാണ്. മുത്തനബി തങ്ങളൊരു മരച്ചുവട്ടിലുണ്ട്, സ്വഹാബികൾ വേറൊരു സ്ഥലത്ത് പോയിട്ട് വിശ്രമിക്കുന്നുണ്ട്. മുത്തനബി തങ്ങളുടെ വാള് ആ മരത്തിന്റെ ചില്ലയിൽ ഇങ്ങനെ കൊമ്പിലിങ്ങനെ തൂക്കി വെച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശ്രമിക്കുമ്പോൾ അറിയാതെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. അറിയാതെ ഉറങ്ങി എന്ന് പറഞ്ഞാൽ മുത്തനബി തങ്ങൾ അറിയും, ഉറക്കും അറിയും, ഉണർവും അറിയും. ഉറങ്ങിയാൽ തന്നെ ഉണർവിലുള്ളത് പോലെയാ മുത്തനബിയുടെ ഉറക്കം. വിശ്രമിക്കാൻ വേണ്ടി കിടന്നതാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉറങ്ങി വിശ്രമിച്ചു. സുബ്ഹാനല്ലാഹ്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എഴുന്നേറ്റ് നോക്കുമ്പോ മുമ്പിലതാ ഒരു ശത്രു വാളും പിടിച്ചിങ്ങനെ നിൽക്കുക. മുത്തനബി തങ്ങൾ തൂക്കിയിട്ട വാളിനെ എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ട് തന്റെ മുമ്പിൽ ഇങ്ങനെ ശത്രു നിൽക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. ഫസ്തൈഖൽതു വഹുവ ഖായിമുൻ അലാ റഅസി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഞാൻ എഴുന്നേറ്റപ്പോ, ഞാൻ ഉണർന്നപ്പോ എന്റെ മുമ്പിലതാ വാളും പിടിച്ചുകൊണ്ട് ശത്രു നിൽക്കുന്നു. അവന്റെ കയ്യിൽ വാളുണ്ട്. ഞാൻ എഴുന്നേറ്റപ്പോ അവൻ എന്നോട് ചോദിച്ചു, മൈ യംനഉക മിന്നീ, ആരാണ് മുഹമ്മദേ എന്റെ ഊരിപ്പിടിച്ച വാളിന്റെ മുമ്പിൽ നിന്നെ തടയുന്നവൻ ആരാണ് മുഹമ്മദേ? സുബ്ഹാനല്ലാഹ്. സ്വഹാബത്തൊക്കെ വേറൊരു സ്ഥലത്താണ്, വേറൊരു ഭാഗത്താണ്. ഇതിങ്ങനെ കേട്ടപ്പോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹ്, ആരാണ് നിന്നെ എന്റെ വാളിൽ നിന്ന് തടയുന്നത് എന്ന് ശത്രു ചോദിച്ചപ്പോ മുത്തനബി തങ്ങൾ പറഞ്ഞു, അല്ലാഹ്. ഒറ്റ പറച്ചില. സുബ്ഹാനല്ലാഹ്. അവന്റെ കൈ വിറച്ചുപോയി. അവന്റെ കൈ വിറച്ചുകൊണ്ട് വാള് താഴെ വീണുപോയി. കണ്ടോ? അല്ലാഹ് അങ്ങോട്ട് കേട്ടപ്പോ, അതും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാവിൽ നിന്ന് കേട്ടപ്പോ ഓൻ പേടിച്ചു വിറച്ചുപോയി. വാള് താഴെ വീണുന്നാണ് ചരിത്രം. എന്നിട്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വാളെടുത്തിട്ട് തിരിച്ചു ചോദിച്ചു, മൈ യംനഉക മിന്നി, വാളിപ്പ എന്റെ കയ്യില, എന്റെ വാളിൽ നിന്ന് ആരാ നിന്നെ രക്ഷിക്കുക എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു ചോദിച്ചു എന്നാണ് ചരിത്രം. പക്ഷെ മുത്തനബി തങ്ങൾ വലം യുആഖിബുഹു, അവനൊന്നും ചെയ്തില്ല, വെറുതെ വിട്ടു. കാരുണ്യത്തിന്റെ പ്രവാചകർ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു വന്നത്, ഒരു മുഅ്മിനിന്റെ ഏറ്റവും വലിയ സ്വഭാവമാണ് അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോൾ പേടിച്ചു പോകും. അല്ലേ? നമുക്കിപ്പോൾ അള്ളാഹിനെ പിടിച്ച് സത്യം പറയലും കളവ് പറയലും നമ്മുടെ ഭാഗം സ്ഥിരപ്പെടുത്തലൊക്കെയാണ് അള്ളാഹിനെ പിടിച്ചിട്ട് നമ്മളെ പണിയതാ. നമ്മുടെ ഈമാനിന്റെ കുറവാണ് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുമ്പോ
ഒരു വിശ്വാസിക്ക് അത് മതി. ഒരു വിശ്വാസിയാണെങ്കിൽ അവനത് മതി. മഹാന്മാർ ഒരുപാട് വിശദീകരണം ഈ ആയത്തിന് നൽകിയിട്ടുണ്ട് പ്രസിദ്ധമായ കിതാബുകളിൽ. അപ്പോ ഒരു മനുഷ്യന് ത്വാഅത്ത് ഉണ്ടാവണമെങ്കിൽ, അള്ളാഹുവിനോടുള്ള ഇബാദത്ത് ഉണ്ടാവണമെങ്കിൽ, അള്ളാഹുവിൻ്റെ റസൂലിനെ വഴിപ്പെടണമെങ്കിൽ ഈമാന് മസ്ത. നിർബന്ധമായിട്ട് ഈമാൻ വേണം. ഈമാനില്ലാത്തവൻ എത്ര ജീവിച്ചിട്ടും കാര്യമില്ല. അതാ പറഞ്ഞത്, മൻ കാന ആഖിറു കലാമിഹി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. വല്ലൊരുത്തൻ്റെയും അവസാന വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നായിക്കഴിഞ്ഞാൽ അവൻ സ്വർഗത്തിൽ കിടക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആഖിബത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അവസാനം എങ്ങനെയാകും എന്നതിനെ കുറിച്ച് നമുക്ക് എപ്പോഴും പേടിയുണ്ടായിക്കൊണ്ടിരിക്കണം. അതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. എന്നിട്ട് അല്ലാഹു വീണ്ടും പറയുന്നു, വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. ഒരു വിശ്വാസിയുടെ രണ്ടാമത്തെ കാര്യം, ഒരു പൂർണ്ണ വിശ്വാസിക്കുണ്ടാകേണ്ട രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങള്, അല്ലാഹു ഇവിടെ പടച്ച അത്ഭുതങ്ങള്, ആ അത്ഭുതങ്ങൾ കാണുമ്പോ അവന്റെ ഈമാൻ വർദ്ധിക്കണം. ഒരു മുഅ്മിനിനുണ്ടായിരിക്കേണ്ട രണ്ടാമത്തെ കാര്യം, അത്ഭുതങ്ങൾ കണ്ടാൽ അവന്റെ ഈമാന് വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. മഹാന്മാര് അങ്ങനെയാ. അത്ഭുതങ്ങൾ കണ്ടാൽ നമ്മൾക്ക് ഫോട്ടോ എടുക്കുക, അല്ലേ? ഫോട്ടോ എടുക്കല്, സ്റ്റാറ്റസ് ഇടല്, FB-ലിടല്, വാട്സപ്പിലിടല്. എന്നാൽ മഹാന്മാർക്ക് ഏത് അത്ഭുതം കണ്ടാലും അവർ ചിന്തിക്കുന്നത്, അല്ലാഹ്, ഇത് പടച്ച ഒരു റബ്ബുണ്ടല്ലോ, ഈ അത്ഭുതത്തിനെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ടല്ലോ, ആ സൃഷ്ടാവിനെ കുറിച്ചാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ചിന്തിക്കല്. തേങ്ങ പടച്ചവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മാങ്ങ പടച്ചവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. തേങ്ങ പടച്ചവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, മാങ്ങ പടച്ചവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മഹാന്മാര് പാടിയൊരു പാട്ടാണ്. എന്തൊരു നല്ലൊരു ആശയ സമ്പന്നമായൊരു വാക്കാണിത്, അല്ലേ? തേങ്ങ പടച്ചവനെ. തേങ്ങയെക്കുറിച്ച് സുബ്ഹാനല്ലാഹ്, നമ്മുടെ നാട്ടിൽ തേങ്ങ സുലഭമാണ്. തേങ്ങ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. ആ തേങ്ങ അതാ ഒലിച്ചുകൊണ്ട്, ആ തേങ്ങ പൊട്ടിച്ചുകൊണ്ട് നോക്കിയാൽ വളരെ ഉറപ്പുള്ള ചിരട്ടയുള്ള സാധനം കാണാം, അല്ലേ? തേങ്ങ ആദ്യം എടുത്ത് അതൊന്ന് ഒലിച്ചു നോക്കിയാൽ നല്ല ഉറപ്പുള്ള ചിരട്ട, അല്ലേ? ഒരു മനുഷ്യന്റെ തല അടിച്ച് പൊട്ടിക്കാൻ പറ്റും ആ ചിരട്ട കൊണ്ട്, അത്ര ഉറപ്പുള്ള ചിരട്ട. അതിൻ്റെയും ഉള്ളിലാണ് സുബ്ഹാനല്ലാഹ് വളരെ മധുരമുള്ള വെള്ളം. നല്ല മധുരമുള്ള വെള്ളം പടച്ചു അല്ലാഹു സുബ്ഹാനഹു തആല. ആരാണ് ആ വെള്ളം പടച്ചത്? പഞ്ചസാര ആരാണ് ഇട്ടത്?
തെളിഞ്ഞ വെള്ളം ആരാണ് ആ ഉറപ്പുള്ള ചിരട്ടക്കുള്ളിലാക്കിയത്? മാത്രമല്ല ആ വെള്ളത്തിന്റെ ചുറ്റും നല്ല മധുരമുള്ള തേങ്ങയുടെ മറ്റു കാര്യങ്ങൾ, ഇതൊക്കെ ആര് പടച്ചു? അതാണ് മഹാന്മാർ പറഞ്ഞത്, ഒരു തേങ്ങ കണ്ടാൽ വരെ അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കണം. നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? തേങ്ങ കണ്ടിട്ട് അള്ളാഹിനെ ഓർമ്മ വന്നിട്ടുണ്ടോ? എപ്പോഴെങ്കിലും തേങ്ങ കണ്ടു, അതിന്റെ വെള്ളം കുടിച്ചു, എല്ലാ ദിവസവും തേങ്ങ ഒലിക്കുന്നു, കറി ഉണ്ടാക്കുന്നു, ഈ തേങ്ങ പടച്ച റബ്ബിനെ കുറിച്ച് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, ഇല്ല. അതാണ് മഹാന്മാര് ചിന്തിച്ചത്. തേങ്ങ കണ്ടപ്പോൾ വരെ അല്ലാഹ്, മാങ്ങ പടച്ചവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. മാങ്ങയും അതേപോലെയാണ്. എന്തൊരു രുചിയാണ് നല്ല മധുരമുള്ള പഴുത്ത മാങ്ങക്ക്. എന്തൊരു ടേസ്റ്റാണ് അല്ലേ? ഏതൊരാളും ആഗ്രഹിച്ചു പോകുന്നതാണ് മധുരമുള്ള മാങ്ങ. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ ആര് സൃഷ്ടിച്ചതാണ്? അതാണ് മഹാന്മാർക്ക് അതൊക്കെ കാണുമ്പോ അള്ളാഹുവിനെ ഓർമ്മ വരും. നമുക്കങ്ങനത്തെ ഒരു ചിന്തനില്ല. അള്ളാഹു നമുക്ക് ഈമാൻ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ ഓർമ്മിക്കലുകൊണ്ട് ഹൃദയത്തിന് സമാധാനം ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ല, പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണിത്. മനസ്സിന് ടെൻഷനുണ്ടോ? അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കാം. അതൊക്കെ ആ രൂപത്തിലെത്തണം. അത്ര പദവിയിലെത്തിയാലേ എനിക്ക് സാധ്യമുള്ളൂ. മനസ്സിന് സമാധാനം വേണമെങ്കിൽ അള്ളാഹിനെ ഓർമ്മിക്കലില്ലേ? സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഈമാനിന്റെ കുറവാണ്. നമുക്ക് മനസ്സിന് സമാധാനം ഉണ്ടാവണമെങ്കിൽ യൂട്യൂബ് നോക്കണം, അല്ലെങ്കിൽ വേറെന്തെങ്കിലും നോക്കണം, അതല്ലെങ്കിൽ ബടായി പറയണം. പക്ഷേ മഹാന്മാർക്ക് എന്ത് ടെൻഷൻ വന്നാലും 2 റക്അത്ത് നിസ്കരിക്കും. ഖുർറത്തു ഐനി ഫിസ്സലാഹ്, എനിക്ക് കൺകുളിർമയാകുന്നത്, എനിക്ക് മനസ്സമാധാനമുണ്ടാകുന്നത് നിസ്കാരത്തിലാണെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതാ പറഞ്ഞത്. അപ്പോ ഏത് അത്ഭുതങ്ങൾ കണ്ടാലും അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കണം. മനുഷ്യന് ഒരുപാട് ചിന്തിക്കാനുണ്ട്. കാരണം നമ്മൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ കാണുന്നതൊക്കെ അത്ഭുതങ്ങളാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൽ ലിഉലിൽ അൽബാബ്. ആകാശഭൂമികളെ സൃഷ്ടിച്ചതിൽ, വഖ്തിലാഫിൽ ലൈലി വന്നഹാരി, ഈ രാവും പകലും മാറി മാറി വരുന്നതിൽ, ലആയാതിൽ ലിഉലിൽ അൽബാബ്, ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ. ആകാശം നോക്കും മുഅ്മിനീങ്ങളെ. എന്താണിപ്പോ ഈ ആകാശത്തിന്റെ പ്രത്യേകത? ആ ആകാശം, അതാ നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോ, ആ വീടിനൊരു മേൽക്കൂര നിർമ്മിക്കുമ്പോ അതിന് സപ്പോർട്ടായിട്ട് തൂണുകൾ കൊടുക്കണം, ചുമരുകൾ കൊടുക്കണം. അതല്ലെങ്കിൽ ആ മേൽക്കൂര വീണുപോകും. വാർപ്പുണ്ടാക്കുമ്പോൾ ആ വാർപ്പ് നിൽക്കണമെങ്കിൽ എന്ത് വേണം? ചുമരുകൾ വേണം. പക്ഷേ ഈ ആകാശം സുബ്ഹാനല്ലാഹ് എത്ര പരന്നു കിടക്കുന്നു, എത്ര വിശാലമാണ്. പക്ഷേ ആ ആകാശത്തിന് ഒരു സപ്പോർട്ടുമില്ല, ഒരു തൂണുമില്ല,
ഒരു പില്ലറില്ല. ആ ആകാശത്തിനെ സപ്പോർട്ടായി കൊടുക്കുന്ന ഒരു കാര്യവും നമുക്ക് കാണാനില്ല. മാത്രമല്ല ആ ആകാശത്തിൽ എന്തൊക്കെ അത്ഭുതങ്ങളുണ്ട്. നക്ഷത്രങ്ങളുണ്ട്, സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്. അതിൽ എന്തൊക്കെ അത്ഭുതങ്ങളുണ്ട്. ഈ ആകാശത്തിനെ നോക്കിക്കൊണ്ട് അല്ലാഹുവിനെ ചിന്തിച്ചിട്ടുണ്ടോ മുഅ്മിനീങ്ങളെ? അല്ലാഹുവിനെ പറ്റിയുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ടോ? തീർന്നില്ല. വഖ്തിലാഫിൽ ലൈലി വന്നഹാരി, രാവും പകലും ഇങ്ങനെ മാറി മാറി വരുന്നു. രാത്രിയാകുന്നു, പകലാകുന്നു, വീണ്ടും രാത്രിയാകുന്നു. അല്ലേ? ഇവിടെ സുനാമി സംഭവിച്ചു, പ്രളയമുണ്ടായി, ഒരുപാട് ആളുകൾ വിഷമിച്ച പ്രളയമുണ്ടായി. എന്തിനധികം പറയണം, മാസങ്ങളോളം വർഷങ്ങളോളം വീട്ടിലിരുന്നു കൊണ്ട് നമ്മെ പ്രയാസപ്പെടുത്തിയ കോവിഡ് കാലം, ഈ കാലമൊക്കെ ഉണ്ടായിട്ടും എത്ര 144 പ്രഖ്യാപിച്ചിട്ടും എന്തിവിടെ ചെയ്തിട്ടും എന്തൊക്കെ മറിമായങ്ങൾ ഇവിടെ സംഭവിച്ചിട്ടും രാത്രിയാകുന്നു, പകലാകുന്നു, പകൽ വീണ്ടുമാകുന്നു, വീണ്ടും രാത്രിയാകുന്നു. സുബ്ഹാനല്ലാഹ്, ഇതൊക്കെ ആര് സംവിധാനിച്ചതാണ്? ആകാശഭൂമികൾ മാറി വരുന്നു. ചിലപ്പോ രാത്രി കൂടുതലാണ്, ചിലപ്പോ പകല് കുറവാണ്. അല്ലേ? ചിലപ്പോ ഈ സമയത്തൊക്കെ പകല് കൂടുതലാണ്, രാത്രി കുറവാണ്. ഇനി കുറച്ച് കഴിഞ്ഞാൽ രാത്രിയും പകലും സമാസമം വരും, മണിക്കൂറുകൾ കറക്റ്റ് വരും. കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും രാത്രി കൂടുതലാവും, പകല് കുറവാവും. ഇതൊക്കെ ആരാണ് മുഅ്മിനീങ്ങളെ ഇതൊക്കെ സംവിധാനിച്ചത്? ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ആരാണ് സംവിധാനിച്ചത്? അതാ പറഞ്ഞത്, വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാത്തിൽ ലിഉലിൽ അൽബാബ്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. അല്ലാഹുവിനെ ഓർമ്മിക്കാൻ അത് മതി. ആകാശം നോക്കിയാൽ മതി, ഭൂമി നോക്കിയാൽ മതി, ഈ ലോകത്തുള്ള അത്ഭുതങ്ങൾ നോക്കിയാൽ മതി. അല്ലാഹുവിനെ മനസ്സിലാക്കാൻ പറ്റും മുഅ്മിനീങ്ങളെ. എന്തൊരത്ഭുതമാണ്! ജീവനില്ലാത്തതിൽ നിന്ന് ജീവനുള്ളതിനെ പടക്കുന്നു, ജീവനുള്ളതിൽ നിന്ന് ജീവനില്ലാത്തതിനെ പടക്കുന്നു. വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി. മയ്യിത്തിൽ നിന്ന് ജീവനുള്ളതിനെ പടക്കുന്നു. ഇന്ദ്രിയത്തുള്ളിയായ ജീവനില്ലാത്ത വസ്തുവിൽ നിന്ന് മനുഷ്യനാകുന്ന ജീവനുള്ളതിനെ പടക്കുന്നു. ബൈലത്ത് മുട്ടയാകുന്ന ജീവനില്ലാത്ത വസ്തുവിൽ നിന്ന് അല്ലാഹു ജീവനുള്ള പക്ഷികളെ പടക്കുന്നു. അല്ലേ? ഇന്ദ്രിയത്തുള്ളി, ജീവനില്ലാത്ത ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് ജീവനുള്ള ആരോഗ്യമുള്ള മനുഷ്യനെ അല്ലാഹു പടക്കുന്നു. അതുപോലെ ആ ജീവനുള്ള മനുഷ്യനിൽ നിന്നാണ് അല്ലാഹു ജീവനില്ലാത്ത ഇന്ദ്രിയം പടക്കുന്നത്. എന്തൊരത്ഭുതമാണ്! ജീവനില്ലാത്ത മുട്ടയിൽ നിന്ന് ജീവനുള്ള പക്ഷിയെ നിർമ്മിക്കുന്നു. ആ ജീവനുള്ള പക്ഷിയിൽ നിന്ന് ജീവനില്ലാത്ത മുട്ടയെ അല്ലാഹു ഉൽപ്പാദിപ്പിക്കുന്നു. വതുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്തി വതുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യി വതർസുഖു മൻ തശാഉ ബിഗൈരി ഹിസാബ്. അല്ലാഹു എല്ലാവർക്കും റിസ്ക് കൊടുക്കുന്നു. ഞാൻ പറഞ്ഞത് വിശ്വാസികളുടെ സ്വഭാവം, യഥാർത്ഥ വിശ്വാസികൾ ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന്, അല്ലാഹ് എന്ന് കേൾക്കുമ്പോ മനസ്സിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയുണ്ടാവുക, പേടിയുണ്ടാവുക.
രണ്ടാമത്തത് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ, അത്ഭുതങ്ങൾ കണ്ടാൽ ഈമാന് വർദ്ധിച്ചു പോകും. ഇതൊക്കെ മുഅ്മിനീങ്ങളുടെ സ്വഭാവമാണ്. സ്വന്തം ശരീരത്തെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ? ചിന്തിക്കണം. ഇതൊക്കെ എന്നിലുണ്ടോ എന്ന് എപ്പോഴും നമ്മൾ വിചിന്തനം നടത്തിക്കൊണ്ടേയിരിക്കണം. എന്നാലാണ് യഥാർത്ഥ വിശ്വാസിയാവുക. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധ ഖുർആൻ വീണ്ടും പറയുന്നു, വഅലാ റബ്ബിഹിം യതവക്കലൂൻ. ഒരു വിശ്വാസിയുടെ മൂന്നാമത്തെ സ്വഭാവം പരിശുദ്ധ ഖുർആൻ പറയുന്നത് വഅലാ റബ്ബിഹിം യതവക്കലൂൻ. അല്ലാഹുവിലേക്ക് ഭാരമേൽപ്പിക്കണം, അല്ലാഹുവിലേക്ക് തവക്കുലാക്കണം. ഇഅ്തിമാദുൽ ഖൽബി അലല്ലാഹി ഫി ഇസ്തിജ്ലാബിൽ മസാലിഹി വദഫ്ഇൽ മളാറി. തവക്കുൽ നല്ല കാര്യങ്ങൾ കൊണ്ടുവരുന്നതിൽ, ബുദ്ധിമുട്ടുകളെ തട്ടി ദൂരത്താക്കുന്നതിൽ അല്ലാഹുവിലേക്ക് ഹൃദയത്തെ അവലംബിക്കൽ. ഇതിൻ്റെ പേരാ തവക്കുൽ എന്ന് പറഞ്ഞാൽ. നമ്മൾ സാധാരണ പറയില്ലേ, നല്ല തവക്കുൽ വേണമെന്ന് പറയില്ലേ, അതാണ് തവക്കുൽ. നല്ല കാര്യങ്ങൾ ചെയ്യാൻ, പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടാൻ അല്ലാഹുവിൽ ഭാരമേൽപ്പിക്കലാണ്, അല്ലാഹുവിനെ ഏൽപ്പിക്കലാണ് തവക്കുൽ. തവക്കുലിന് വലിയ പ്രത്യേകതയുണ്ട്. ഒരുപാട് പ്രത്യേകതകൾ തവക്കുലിനുണ്ട്. തവക്കുലുള്ള മനുഷ്യനെ കുറിച്ചാണ് വിജയിച്ചവൻ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഖുൽ ലൻ യുസീബനാ ഇല്ലാ മാ ഖത്തബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അല്ലാഹുവിൽ തവക്കുലാക്കണം. ഫഇദാ അസംത ഫതവക്കൽ അലല്ലാഹി ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ. എന്താ പറഞ്ഞത്? ഒരു കാര്യം നീ തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവിലേക്ക് ഭാരമേൽപ്പിക്കണം. അൽഹംദുലില്ലാഹ്, പഴയ കാലത്തുള്ള ഉമ്മമാരൊക്കെ വലിയ തവക്കുലുള്ളവരാണ്. എന്ത് മല കുലുങ്ങിയാലും അവരുടെ തവക്കുലിന് ഒരു വ്യത്യാസം ഉണ്ടാവില്ല, അല്ലേ? നമ്മളെ മാമാരൊക്കെ കാണാൻ എന്തെങ്കിലും ഒരു കുട്ടി, പേരക്കുട്ടി ഇങ്ങനെ നടന്നു പോകുമ്പോൾ അറിയാതെ അങ്ങോട്ട് വീണുപോയാ യാ മൈദ് ഷെയ്ഖ് തങ്ങളേന്ന് വിളിക്കും, അല്ലേ? യാ മൊഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളേന്ന് വിളിക്കും. അതൊരു വിശ്വാസം. അത് പഴയകാലത്തുള്ള മുഅ്മിനീങ്ങളുടെ ഒരു ഈമാനാണ്. ആ ഈമാൻ നമ്മൾ നിലനിർത്തണം. ഏത് വിഷയത്തിലും തവക്കുൽ വേണം. ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ചു കഴിഞ്ഞാൽ അത് നടക്കുവോ ഇല്ലേ, എന്താവും എന്താകൂല എന്നൊന്നും ചിന്തിക്കാൻ പാടില്ല. തവക്കുൽ വേണം. പരിശുദ്ധ ഖുർആനാണത് പറഞ്ഞത്. മകളുടെ കല്യാണം ഉറപ്പിച്ചു. സാമ്പത്തികമായി വലിയ പ്രയാസമുണ്ട്. ഒരു വിശ്വാസിക്കാണെങ്കിൽ അവിടെ തവക്കുൽ വലിയ കൈമുതലാണ്. ആ മനുഷ്യൻ പറയുന്നത്, എനിക്ക് മകളെ തന്നത് പടച്ച റബ്ബല്ലേ, എന്നെ പടച്ചത് പടച്ച റബ്ബല്ലേ, എന്റെ മകളെ കല്യാണം തീരുമാനിക്കാൻ അവസരം തന്നതും റബ്ബല്ലേ, ആ റബ്ബ് തന്നെ എനിക്ക് വിജയം തരും, എനിക്ക് അവസരം തരും, എനിക്കത് വിജയിപ്പിക്കാനുള്ള സാധ്യതകൾ, വഴികൾ അല്ലാഹു തുറന്നു തരും. വിശ്വാസി അങ്ങനെ ചിന്തിക്കുക. ആ തവക്കുൽ നമുക്ക് വേണം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, തവക്കൽതു ഫീ റിസ്ഖി അലല്ലാഹി ഖാലിഖി വഅയ്കൻതു അന്നല്ലാഹ ലാ ശക്ക റാസിഖി ഫഇയ്യകും മിൻ റിസ്ഖിൻ ഫലൈസ യഫൂതുനി വലൗ കാന ഫീ ഖാഇൽ ബിഹാരിൽ അവാമിഖി.
നമുക്കുള്ള റിസ്കിൽ അല്ലാഹുവിൽ തവക്കുലാക്കണം. നമുക്കുള്ള ഭക്ഷണം, നമുക്കുള്ള റിസ്ക്, നമുക്കുള്ള സമ്പത്ത്, നമുക്കുള്ള സർവ്വതും അത് എവിടുന്നാണ് എന്ന് ചിന്തിച്ചുകൊണ്ട്, അത് എവിടുന്നാണ് കിട്ടുക എന്ന് ചിന്തിച്ചുകൊണ്ട് തലപുണ്ണാക്കേണ്ടതില്ല. ഏത് വിഷയത്തിലും തവക്കൽതു ഫീ റിസ്ഖി അലല്ലാഹി ഖാലിഖി വഅയ്കൻതു അന്നല്ലാഹ ലാ ശക്ക റാസിഖി. ഉറപ്പിച്ചോ, മനസ്സിൽ ഉറപ്പിച്ചോ, എനിക്കുള്ള റിസ്ക് എന്നെ പടച്ചവനായ റബ്ബെനിക്ക് തരും. അതിലൊരു സംശയമില്ല. ഫഅയ്യകും മിൻ റിസ്ഖിൻ ഫലൈസ യഫൂതുനി വലൗ കാന ഫീ ഖാഇൽ ബിഹരിൽ അവാമിഖി. എടോ, നീ ആഴമുള്ള സമുദ്രത്തിലാണെങ്കിലും ആഴക്കടലിലാണ് നീ ഉള്ളതെങ്കിലും നിനക്കുള്ള ഭക്ഷണം തരുന്നവൻ അല്ലാഹുവാണ് എന്ന തവക്കുൽ നിനക്കുണ്ടോ, നീ പട്ടിണിയാകൂല. ആ തവക്കുല് മനസ്സിൽ വേണം. പ്രിയപ്പെട്ട ഉമ്മമാരെ, ആ തവക്കുൽ നമുക്കുണ്ടെങ്കിൽ നമ്മൾ പൂർണ്ണ വിശ്വാസിയാണ്. മഹാനായ റഈസു സാഹിദീൻ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു വലിയ മഹാന, ഒരുപാട് സമ്പത്തും അധികാരവും രാജാധികാരവും ഒക്കെ ഉണ്ടായിരുന്ന വലിയ മഹാനാണ് ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു അൻഹു. ഒരു ദിവസം കൊട്ടാരം വിട്ടിറങ്ങി. എനിക്ക് സമ്പത്തും വേണ്ട, അധികാരവും വേണ്ട, പ്രജകളും വേണ്ട എന്ന് പറഞ്ഞ് ഒരു രാജാവ് കൊട്ടാരം വിട്ടിറങ്ങി. എവിടേക്ക്? അള്ളാഹുവിനെ ഒറ്റക്ക് ഇരുന്നു കൊണ്ട് ആരാധിക്കാൻ വേണ്ടി. അതുകൊണ്ട് തന്നെയാണ് റഈസു സാഹിദീൻ, ത്യാഗികളുടെ നേതാവ് എന്ന പേര് മഹാനവറുകൾക്ക് വരാനുള്ള കാരണം. ഏതായാലും ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ ഒരു ദിവസം റൊട്ടിക്കഷ്ണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാക്ക വന്നിട്ട് ഈ റൊട്ടിക്കഷ്ണം തട്ടിപ്പറിച്ചു കൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്, അന്ന് ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾക്ക് ഈ റൊട്ടി കഴിക്കാൻ പറ്റിയില്ല. അങ്ങനെ പിറ്റേ ദിവസം ഇതേപോലെ ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു റൊട്ടിക്കഷ്ണം കഴിക്കാൻ വേണ്ടി നോക്കുമ്പോൾ വീണ്ടും അതേ കാക്ക അതേ സമയം തട്ടിപ്പറിച്ചുകൊണ്ടുപോയി. സുബ്ഹാനല്ലാഹ്, ഇത് ആവർത്തിച്ചപ്പോ, ഇത് സ്ഥിരം സംഭവമായപ്പോ ഇബ്രാഹിം ഇബ്നു അദ്ഹം ഞങ്ങൾ വിചാരിച്ചു, ഇതിപ്പം എന്താണ് സംഭവം? ഇങ്ങനെ കൊണ്ടുപോയാൽ ഇതെന്ത്, എങ്ങോട്ടാണ് ഈ പക്ഷി കൊണ്ടുപോണത്, ഈ കാക്ക കൊണ്ടുപോണത് എന്ന് മഹാനവറുകൾ ചിന്തിച്ചു. അങ്ങനെ ഇതറിയാൻ വേണ്ടി തീരുമാനിച്ചു മഹാനവറുകൾ. അങ്ങനെ ഈ കാക്കൻ്റെ പിന്നാലെ പോയി. കാക്ക എങ്ങോട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ട് ബാക്കിൽ തന്നെ പോയി കാക്കൻ്റെ പിന്നാലെ പോയി നോക്കുമ്പോ ഈ കാക്ക ഭക്ഷണം കൊടുക്കുന്നത് ഒരു മരച്ചുവട്ടിൽ മരത്തിന്റെ താഴെ കെട്ടിയിരിക്കുന്ന ബന്ദിയാക്കപ്പെട്ട ഒരു മനുഷ്യനുണ്ട്. ഒരു കച്ചവടക്കാരനായിരുന്നു, കൊള്ളയടിക്കപ്പെട്ട കച്ചവട സംഘത്തിന്റെ നേതാവാണ്. അയാളെ ശത്രുക്കൾ മരത്തിൽ കെട്ടിയിട്ട് പോയതാണ്. ആ കെട്ടിയിട്ട മനുഷ്യന് കൈയനക്കാൻ പറ്റുന്നില്ല, കാലനക്കാൻ പറ്റുന്നില്ല, ഭക്ഷണം കൊടുക്കാൻ ആളില്ല. ആ കെട്ടിയിടപ്പെട്ട മനുഷ്യനാണ് ഈ റൊട്ടിക്കഷ്ണം തട്ടിപ്പറിച്ചുകൊണ്ട് കാക്ക കൊണ്ടുപോയി കൊടുക്കുന്നത്. ഇത് കണ്ടു ആര്? ഇബ്രാഹിം ഇബ്നു അദ്ഹം റളിയല്ലാഹു തആല അൻഹു. ഈ കാഴ്ച ഇങ്ങനെ കാണുകയാണ്. അപ്പൊ ഇബ്രാഹിം ഇബ്നു അദ്ഹം തങ്ങൾ വിചാരിച്ച്, കണ്ടോ അള്ളാഹുവിന്റെ ഒരു റിസ്ക് കണ്ടില്ലേ, അള്ളാഹു കൊടുക്കുന്ന ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്, അള്ളാഹു അവന്റെ അടിമകൾക്ക് കൊടുക്കുന്നത് കണ്ടില്ലേ. അതാണ് ആ ഒരു തവക്കുൽ നമുക്ക് വേണം. ആ തവക്കുലുണ്ടായാൽ പ്രയാസമില്ല, പട്ടിണിയില്ല, ദാരിദ്ര്യമില്ല.
നോക്കൂ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൗ അന്നകും തവക്കൽതും അലല്ലാഹി ഹഖ്ക തവക്കുലിഹി ലറസഖകും കമാ യർസുഖുത് ത്വയ്റു തഗ്ദു ഖിമാസൻ വതറൂഹു ബിതാനാ. മഹാനായ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞതായിട്ട് ഉമർ തങ്ങൾ പറയാണ്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിപൂർണമായ തവക്കുൽ വേണം. ആ തവക്കുലുണ്ടായാൽ പക്ഷികൾക്ക് അല്ലാഹു ഭക്ഷണം കൊടുക്കുന്നത് പോലെ, നോക്കൂ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മനുഷ്യന്മാരായ നമുക്ക് മാത്രമാണ് ടെൻഷൻ, നമുക്ക് മാത്രമാണ് വിഷമം, നമുക്ക് മാത്രമാണ് ഭക്ഷണമില്ലാത്തതിൽ ബേജാറ്. ഇവിടെ കോടാനുകോടി പക്ഷികളില്ലേ, മൃഗങ്ങളില്ലേ, അതാ സംസാരശേഷിയില്ലാത്ത ജീവികളില്ലേ, നാൽക്കാലികളില്ലേ, അവർക്ക് ഭക്ഷണം ആര് കൊടുക്കുന്നു? അതാണ് മുത്തനബി തങ്ങൾ പറഞ്ഞത്, നീ അല്ലാഹുവിലേക്ക് തവക്കുലാക്കിക്കോ. തവക്കുലാക്കിയാൽ പക്ഷികൾക്ക് അല്ലാഹു ഭക്ഷണം കൊടുക്കുന്നത് പോലെ നിനക്കും അല്ലാഹു ഭക്ഷണം തരുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷികൾ രാവിലെ വെറും വയറിൽ പോകുന്നു, വതറൂഹു ബിത്വാനാ, വൈകുന്നേരമാകുമ്പോൾ വയറ് നിറച്ച് തിരിച്ചു വരുന്നു. കണ്ടോ? അപ്പൊ നമ്മൾ ചിന്തിക്കും, അങ്ങനല്ലല്ലോ, നമ്മളെ ഭർത്താവ് പണിക്ക് പോയില്ലെങ്കിൽ നമ്മൾ പട്ടിണിയാണല്ലോ. അങ്ങനെ ചിന്തിക്കരുത്, അത് നമ്മുടെ വിശ്വാസത്തിന്റെ കുറവാണ്. ആ പൂർണ്ണമായ തവക്കുലുണ്ടോ എങ്കിൽ അല്ലാഹു പട്ടിണിയാക്കൂല. അതാണ് അനുഭവം. അനുഭവം അതാണ്. ലോകത്തുള്ള സർവമഹാന്മാർക്കുമുള്ള അത്ഭുതം, അവർക്കുള്ള അനുഭവം അതാണ്. ആ തവക്കുൽ നമുക്ക് ഇല്ല എന്നേ ഉള്ളൂ. തവക്കുലില്ലാത്തതുകൊണ്ട് നമുക്ക് കിട്ടുന്നില്ല. തവക്കുൽ പൂർണ്ണമായാലോ പൂർണ്ണമായി കിട്ടും. അള്ളാഹു നമുക്ക് പരിപൂർണമായ അള്ളാഹുവിൽ തവക്കുലാക്കി ഭാരമേൽപ്പിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാട് ദിക്റുകൾ തവക്കുലാക്കാൻ വേണ്ടിയുണ്ട് അല്ലേ? ഒരു വീട്ടിലേക്ക് കടക്കുമ്പോൾ വരെ നമ്മൾ തവക്കുലാക്കി പ്രവേശിക്കണം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും തവക്കുലാക്കണം. വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇദാ വലജ റജുലു ഫീ ബൈതിഹി ഫൽയഖുൽ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി വഖൈറൽ മഖ്റജി ബിസ്മില്ലാഹി വലജ്നാ വബിസ്മില്ലാഹി ഖറജ്നാ വഅലല്ലാഹി റബ്ബിനാ തവക്കൽനാ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചൊരു ദിക്റാണ്. ഒരു മനുഷ്യൻ അവന്റെ വീട്ടിൽ പ്രവേശിച്ചാൽ അവൻ അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറൽ മൗലിജി വഖൈറൽ മഖ്റജി ബിസ്മില്ലാഹി വലജ്നാ വബിസ്മില്ലാഹി ഖറജ്നാ വഅലല്ലാഹി റബ്ബിനാ തവക്കൽനാ എന്ന ദിക്ർ അവൻ ചൊല്ലട്ടെ എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് സുമ്മ ലിയുസല്ലിം അലാ അഹ്ലിഹി, പിന്നെന്ത് ചെയ്യണം? ആ പെരക്കാർക്ക് സലാം പറയണം. കണ്ടോ? വീട്ടിലേക്ക് കടക്കുമ്പോഴും തവക്കുൽ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴോ അതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അൻ അനസ് ഇബ്നു മാലികിൻ അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി, ഇദാ ഖറജ റജുലു മിൻ ബൈതിഹി ഖാല ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ അവൻ ചൊല്ലണം. പരന്നിറങ്ങുമ്പോ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്ർ അവൻ ചൊല്ലണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇങ്ങനെ ജീവിതത്തിന്റെ എല്ലാ സമയത്തും
തവക്കുൽ നമ്മുടെ കൈമുതലായി ഉണ്ടാകണം. ഉറങ്ങുമ്പോഴും വേണം, എഴുന്നേൽക്കുമ്പോഴും വേണം, യാത്രയിലും വേണം, യാത്ര ഇല്ലാത്തപ്പോഴും വേണം, എല്ലാ സമയത്തും വേണം. കാരണം അള്ളാഹു നമുക്ക് കണക്കാക്കിയ റിസ്ക് അള്ളാഹു തടയൂല. കണക്കാക്കിയ റിസ്ക് അള്ളാഹു തടയൂല. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, അള്ളാഹു സുബ്ഹാനഹു തആല ഏതൊരു ജീവിക്കും റിസ്ക് കണക്കാക്കിയിട്ടുണ്ട്. ആ റിസ്ക് അള്ളാഹു നമുക്ക് തരുന്ന ചെയ്യും, അതിൽ സംശയം വേണ്ട. കാരണം എന്താ? മനുഷ്യന് ഈ റിസ്ക് കണക്കാക്കിയത് അവന്റെ ജനനത്തിന് മുമ്പാണ്. അള്ളാഹു റിസ്ക് നമുക്ക് കണക്കാക്കിയത് നമ്മുടെ ജനനത്തിന് മുമ്പാണ്. അപ്പൊ നമ്മൾ ബറാഅത്തിന്റെ രാത്രി, എല്ലാ രാത്രിയിലും ബറാഅത്തിന്റെ രാത്രി നമ്മൾ യാസീൻ ഓതാറുണ്ടല്ലോ, റിസ്ക് വിശാലമാകാൻ വേണ്ടി. അതെന്തിനാ? ആ റിസ്ക് വിശാലമാകാൻ വേണ്ടിയാണത്. അള്ളാഹു റിസ്ക് നേരത്തെ തന്നിട്ടുണ്ട്, ജനിക്കുന്നതിന് മുമ്പേ അള്ളാഹു റിസ്ക് തന്നിട്ടുണ്ട്. ആ റിസ്കിന്റെ വിശാലത ഉണ്ടാകുന്നത് ഓരോ വർഷവും ബറാഅത്തിന്റെ രാത്രിയാണ്. അതാണ് നമ്മൾ ബറാഅത്തിന്റെ രാത്രി പ്രത്യേകം യാസീൻ ഓതി അള്ളാഹുവിനോട് റിസ്ക് വിശാലമാക്കാൻ വേണ്ടി ചോദിക്കുന്നത്. ഏതായാലും പറഞ്ഞു വന്നത്, ഒരു മനുഷ്യൻ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു അവന് റിസ്ക് കണക്കാക്കിയിട്ടുണ്ട്. ഹദ്ദസനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന അഹദകും യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ ثم يكون علقة مثل ذلك ثم يكون مضغة مثل ذلك. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു തആല 4 മാസം കൊണ്ടാണ് റൂഹ് ഊതൽ. അല്ലേ? 4 മാസം കൊണ്ടാണ് ഒരു മനുഷ്യന് റൂഹ്, ജീവൻ അല്ലാഹു നൽകൽ. അതുകൊണ്ട് തന്നെ ഒരു ഗർഭിണിയായ ഉമ്മ 4 മാസം മുതൽ വീക്ഷിച്ചു കൊണ്ടിരിക്കണം തൻ്റെ വയറിലുള്ള, ഉദരത്തിലുള്ള കുഞ്ഞിന് അനക്കമുണ്ടോ എന്നുള്ളത്. അല്ലേ? ഡോക്ടർമാർ ചോദിക്കും, 4 മാസം കഴിഞ്ഞാലാണ് ജീവൻ ഉണ്ടാവുക, അതിന് മുമ്പുണ്ടാവില്ല. കാരണം ഇവിടുത്തെ എന്ത് ശാസ്ത്രമാണെങ്കിലും ഏറ്റവും വലിയ ശാസ്ത്രജ്ഞൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി തങ്ങൾ പറഞ്ഞതാണിതൊക്കെ. അവിടുന്ന് പഠിപ്പിച്ചു, ഒരു മനുഷ്യന് 120 ദിവസം കൊണ്ടാണ് റൂഹ് അള്ളാഹു കൊടുക്കുക. 120 ദിവസം എന്ന് പറയുമ്പോൾ 4 മാസം, അല്ലേ? 30, 60, 90, 120, 4 മാസം. 120 ദിവസം കൊണ്ടാണ് അള്ളാഹു റൂഹിനെ ഊതുക. അങ്ങനെയാണ്. അത് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചതാണ്. ആദ്യത്തെ 40 ദിവസം ഉമ്മയുടെ വയറിൽ ഇന്ദ്രിയമായിട്ട് അള്ളാഹു അവനെ ബാക്കിയാക്കും. ഇന്ന അഹദകും യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമൻ. 40 ദിവസം ഉമ്മയുടെ വയറ്റിൽ ഇന്ദ്രിയത്തുള്ളിയായിട്ട് ഇവന് കിടക്കും. 40 ദിവസം. പിന്നെയോ സുമ്മ യകൂനു അലഖതൻ മിസ്ല ദാലിക്. പിന്നെയുള്ള 40 ദിവസം അവന് പിന്നെ രക്തക്കട്ടയാണ്, രക്തത്തിന്റെ കട്ടയായിട്ടാണ് പിന്നെയുള്ള 40 ദിവസം. അപ്പൊ ആദ്യത്തെ 40 ദിവസം ഇന്ദ്രിയത്തുള്ളിയായിട്ട് തന്നെ ഉണ്ടാവും. പിന്നെയുള്ള 40 ദിവസം രക്തക്കട്ടയായിട്ട് മാറും. സുമ്മ യകൂനു മുളഗതൻ മിസ്ല ദാലിക. പിന്നെയുള്ള 40 ദിവസം മാംസക്കട്ടയായിട്ട് മാറും. കണ്ടോ? ഫസ്റ്റത്തെ 40 ദിവസം ഇന്ദ്രിയത്തുള്ളിയായിട്ട്, പിന്നെയുള്ള 40 ദിവസം രക്തക്കട്ടയായിട്ട്, പിന്നെയുള്ള 40 ദിവസം മാംസക്കട്ടയായിട്ട്. എത്ര ദിവസമായി? 120 ദിവസമായി. അതായത് 4 മാസം. ഹബീബായ തങ്ങൾ വീണ്ടും പറയുന്നു, ثم يبعث الله ملكا فيؤمر ب4 كلمات.
പിന്നെ അള്ളാഹു മലക്കിനെ അയക്കുമത്രേ. മലക്കിനെ അയച്ചിട്ട് 4 കാര്യങ്ങൾ അവനോട് പറയും. 4 കാര്യങ്ങൾ നിശ്ചയിക്കപ്പെടും. 1, ഉക്തുബ് അമലഹു വറിസ്ഖഹു വഅജലഹു. അവന്റെ അമല്, അവന്റെ ജീവിതം അള്ളാഹു കണക്കാക്കും. അവന്റെ ജീവിതം എങ്ങനെയാണ്, അവന്റെ ആയുസ് എത്രയാണ്, അജല് ഒക്കെ അള്ളാഹു കണക്കാക്കും. അവന്റെ റിസ്ക് അള്ളാഹു കണക്കാക്കും. എത്ര കാര്യമായി? 3 കാര്യമായി. 4 കാര്യങ്ങളാണ് കണക്കാക്കുക. 1, അവന്റെ ജീവിത രീതി. മറ്റൊന്ന്, അവന്റെ റിസ്ക്, അവനിക്കുള്ള റിസ്ക് അള്ളാഹു കണക്കാക്കും. 4-ാമത്തെ മാസം. ചില ആൾക്കാരൊക്കെ, ചില ഉമ്മാരൊക്കെ പറയില്ലേ, 4-ാമത്തെ മാസം കണക്കാക്കിയ റിസ്ക് അല്ലേന്ന്. വളരെ ശരിയാണ് പറഞ്ഞത്. 4-ാമത്തെ മാസമാണ് അള്ളാഹു റിസ്ക് കണക്കാക്കുക. പിന്നെ വഅജലഹു, അവന്റെ അവധി അള്ളാഹു കണക്കാക്കും. എന്ന് പറഞ്ഞാൽ അവന്റെ ആയുസ് അള്ളാഹു കണക്കാക്കും. അപ്പൊ ഒരു മനുഷ്യന്റെ ജീവിത രീതി, അവന്റെ റിസ്ക്, അവന്റെ ആയുസ്. 4-ാമത്തെ കാര്യം വശഖയ്യുൻ ഔ സഈദ്, അവൻ ഇവിടെ ജീവിച്ച് ഒരുപാട് വർഷക്കാലം ജീവിച്ച് അവൻ ഈ ലോകത്തോട് വിട പറയുമ്പോ അവൻ പൂർണ്ണ വിശ്വാസിയാണോ, അവൻ സ്വർഗാവകാശിയാണോ, അവൻ നരകാവകാശിയാണോ, ഇതും 4-ാമത്തെ മാസം കണക്കാക്കുമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ ഇവന്റെ 4 കാര്യങ്ങൾ അല്ലാഹു അപ്പളാ കണക്കാക്കുക. 4-ാമത്തെ മാസം. ഇത് കഴിഞ്ഞതിന് ശേഷം ثُمَّ يُنْفَخُ فِيهِ الرُّوحُ, പിന്നെയാണ് അവന് റൂഹ് ഊതിക്കൊടുക്കുക, ജീവൻ കൊടുക്കുക എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് ശാസ്ത്രങ്ങൾ പുരോഗമിച്ചതിന് ശേഷം പറഞ്ഞതല്ല നബിതങ്ങൾ. ശാസ്ത്രങ്ങൾ ഉണ്ടായതിന് ശേഷം പറഞ്ഞതൊന്നുമല്ല, പ്രഖ്യാപിച്ചതൊന്നുമല്ല. ഇത് 1400ഓളം വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ തങ്ങൾ പ്രഖ്യാപിച്ചതാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, എന്തൊരു സത്യമാണ് അവിടുന്ന് പഠിപ്പിച്ചത്. അപ്പൊ 4-ാമത്തെ മാസമാണ് റിസ്ക് അള്ളാഹു കണക്കാക്കുക. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഒരു മനുഷ്യന് അള്ളാഹു കണക്കാക്കുന്ന റിസ്ക്, ആ റിസ്കിനെ കുറിച്ച് ടെൻഷൻ അടിക്കണ്ട. ആ റിസ്ക് അള്ളാഹു എടുത്തു കളയുമോ എന്ന് പേടിക്കണ്ട. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, ലൗ അന്ന റജുലൻ ഹറബ മിൻ റിസ്ഖിഹി ലത്തബഅഹു ഹത്താ യുദ്റകഹു കമാ അന്നൽ മൗത യുദ്റകു മൻ ഹറബ മിൻഹു. അതായത് ഒരു മനുഷ്യൻ അവന്റെ റിസ്കിൽ നിന്ന് ഓടിപ്പോയാൽ അവന്റെ റിസ്ക് അവന്റെ പിന്നാലെ വരും. റിസ്ക് ഇല്ലാന്ന് പേടിച്ച് അവൻ മാറി നിൽക്കുകയാണെങ്കിൽ അള്ളാഹു കണക്കാക്കി റിസ്ക് അവന്റെ പിന്നാലെ വരും എന്നാ പറഞ്ഞു. ഏതുപോലെ കമാ അന്നൽ മൗത യുദ്റകു മൻ ഹറബ മിൻഹു, മരണത്തിൽ നിന്ന് പേടിച്ച് ഒരാൾ ഓടിപ്പോയാൽ, മരിക്കുന്നതിനെ തൊട്ട് പേടിച്ച് ഒരാൾ ഓടിപ്പോയാൽ അവനെ മരണം പിടികൂടൂലേ, അവൻ മരിച്ചു പോകൂലേ. ഇതുപോലെ റിസ്കിൽ നിന്ന് ഒരാൾ ഓടിപ്പോയാൽ ആ റിസ്ക് അവന്റെ പിന്നാലെ വരുമെന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റിസ്കിനെ കുറിച്ച് പേടിക്കണ്ട. പൂർണ്ണമായ തവക്കുൽ വേണം. പക്ഷെ തവക്കുല് വേണം എന്ന് പറഞ്ഞ് മടിയനായിട്ടിരിക്കാനൊന്നും പറ്റൂല. തവക്കുലാക്കിയിട്ട് മടിയനായിട്ടിരിക്കാൻ പറ്റുമോ? അതും പറ്റൂല. അതിനുള്ള പണി നമ്മൾ എടുക്കണം. അത് ശരി. അള്ളാഹു അസുഖം സുഖമാക്കും എന്ന് പറഞ്ഞിട്ട് ഉണ്ടായിരുന്ന പറ്റൂല. പിന്നെ ഡോക്ടറെ കാണിക്കണം, മരുന്ന് കുടിക്കണം. ആ മരുന്ന് കുടിക്കുമ്പോ അള്ളാഹു ശിഫയാക്കുമെന്ന തവക്കുൽ അവന് വേണം. അതല്ലെങ്കിൽ ഇപ്പൊ എന്താ,
ഒരു ബിൽഡിങ്ങിന്റെ മേലെ കയറിയിട്ട് അള്ളാഹു രക്ഷപ്പെടുത്തും, അള്ളാഹുവിൽ തവക്കുലാക്കിയിട്ട് തവക്കുൽത്തു അലല്ലാന്ന് പറഞ്ഞ് ചാടി എങ്ങനെ ഉണ്ടാവും? അവന്റെ ജീവൻ പോകുന്നല്ലാതെ അല്ലേ? തവക്കുൽ അങ്ങനല്ല, നമ്മൾ അതിനുള്ള പണിയെടുക്കണം. എന്നാലേ ഇപ്പൊ തവക്കുൽ കൊണ്ട് കാര്യമുള്ളൂ. ലാ യഖൂദു അഹദുക്കും അൻ ത്വലബിർ റിസ്ഖി, ഭക്ഷണം കിട്ടും, റിസ്ക് കിട്ടും എന്ന് വിചാരിച്ചിട്ട് ആരും വെറുതെ ഇരിക്കണ്ട. വെറുതെ ആരും ഇരിക്കണ്ട. റിസ്ക് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൽ തവക്കുലാക്കിക്കൊണ്ട് പരിപൂർണമായി അവൻ തവക്കുലാക്കിക്കൊണ്ട് അതിനുള്ള പണി അവൻ എടുത്താലേ അവന്റെ തവക്കുൽ പൂർണ്ണമാവുള്ളൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ് മുഅ്മിനീങ്ങളെ, ഈ രൂപത്തിൽ പരിപൂർണമായ തവക്കുലുണ്ടെങ്കിൽ അവൻ മുസ്ലിമാണ്, അവൻ വിശ്വാസിയാണ്. ഒരു സംഭവത്തിൽ കാണാം, അനസ് ഇബ്നു മാലിക് തങ്ങൾ ഇങ്ങനെ ഉണ്ടാവുമ്പോ ഒരാൾ വന്നിട്ട് നബി തങ്ങളോട് ചോദിക്കുകയാണ്. അനസ് ഇബ്നു മാലിക് ഇങ്ങനെ അടുത്തുണ്ടായപ്പോ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ഒരാൾ ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അഖ്ലുഹാ വഅതവക്കലു ഔ ഉതല്ലിഖുഹാ വഅതവക്കലു, എനിക്കൊരു ഒട്ടകമുണ്ട് നബിയെ, ആ ഒട്ടകത്തിനെ ഞാൻ കെട്ടിയിട്ട് തവക്കുലാക്കണോ കെട്ടാതെ അഴിച്ചു വിട്ടിട്ട് തവക്കുലാക്കണോ എന്ന് ചോദിച്ചു. എങ്ങനെ? ഒരാൾ വന്നിട്ട് നബി തങ്ങളോട് ചോദിക്കുന്നു, എനിക്ക് ഒട്ടകമുണ്ട് നബിയെ, ആ ഒട്ടകത്തിനെ ഞാനിങ്ങനെ അഴിച്ചു വിട്ടിട്ട് തവക്കൽത്തു അല്ലല്ലാന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാ? ഒട്ടകത്തിനെ വള്ളിയൂരി വിടുക, കയറൂരി വിടുക, അങ്ങനെ ചെയ്യണോ? അല്ല ഒട്ടകത്തിനെ കെട്ടിയിട്ട് കൊണ്ട്, ഒരു കയറെടുത്ത് കെട്ടിയിട്ട് കൊണ്ട് തവക്കുലാക്കണോ എന്ന് ചോദിച്ചു. സുബ്ഹാനല്ലാഹ്, മുത്തുനബിയുടെ മറുപടി, ഒട്ടകത്തിന് നീ കെട്ടിയിട്ടോ എന്നിട്ട് തവക്കുലായിക്കോ എന്ന് പറഞ്ഞു. കണ്ടോ, അതാണ് തവക്കുൽ. അപ്പൊ തവക്കുൽ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഹൃദയത്തിന് അള്ളാഹുവിൽ ഭാരമേൽപ്പിക്കണം, അവലംബിക്കണം, നല്ലത് ചെയ്യാൻ വേണ്ടി, തിന്മകൾ മാറിപ്പോകാൻ വേണ്ടി. അതോടൊപ്പം അതിന്റെ പണിയും കൂടി അവനെടുക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ രൂപത്തിൽ തവക്കുലാക്കി ജീവിക്കുന്നവൻ അവൻ പൂർണ്ണ വിശ്വാസിയാ. വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അള്ളാഹുവിലേക്ക് തവക്കുലാക്കുന്നവർ പരിപൂർണ വിശ്വാസിയാണ്, മുഅ്മിനാണ്. എന്നിട്ട് അള്ളാഹു വീണ്ടും പറയുന്നു, യഥാർത്ഥ വിശ്വാസികളെ കുറിച്ച് അള്ളാഹു വീണ്ടും പറയുന്നു, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹു വജലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനൻ വഅലാ റബ്ബിഹിം യതവക്കലൂൻ. 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 4ാമത്തെ കാര്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ഒരു പൂർണ്ണ വിശ്വാസിയുടെ 4ാമത്തെ അടയാളം, 4ാമത്തെ കാര്യം, അല്ലദീന യുഖീമൂനസ്സലാഹ്, നിസ്കാരം പൂർണ്ണമായി നിർവഹിക്കുന്നവർ, നിസ്കാരം പരിപൂർണതയോടെ യഥാർത്ഥ അതിൻ്റെ ഷർത്തുകളും ഫർളുകളും അനുസരിച്ചുകൊണ്ട് പരിപൂർണമായി നിസ്കാരം നിലനിർത്തുന്നുണ്ടെങ്കിൽ അവനും മുഅ്മിനാണ്. നിസ്കാരത്തിന്റെ കാര്യം അത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒഴിവാക്കാൻ പറ്റാത്തൊരു സംഭവമാണ് നിസ്കാരം. പക്ഷേ നിസ്കാരത്തിൽ തഖ്വ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് വലിയ സംഭവമാണ്. എല്ലാവരുടെ നിസ്കാരം ഒരുപോലെയല്ല. മഹാന്മാരുടെ നിസ്കാരം പോലെയല്ല നമ്മുടെ നിസ്കാരം. സംശയമുണ്ടോ? മഹാന്മാരുടെ നിസ്കാരം എന്നൊക്കെ പറഞ്ഞ സുബ്ഹാനല്ലാഹ് എന്തൊരു അത്ഭുതമാണെന്നറിയോ? മഹാനായ സാബിത്ത് ബിൻ അസദിൽ ബുനാനി റളിയല്ലാഹു തആല അൻഹു വലിയ മഹാന. ആ സാബിത്ത് ബിൻ അസദിൽ ബുനാനി തങ്ങള് 20 വർഷക്കാലം സ്വന്തം ശരീരത്തോട് ജിഹാദ് ചെയ്തുകൊണ്ട് നിസ്കരിച്ചു. നിസ്കരിക്കാന്നൊക്കെ പറഞ്ഞ സംഭവം ചെറിയ പണിയാ അല്ലേ?
കുറഞ്ഞ സമയം കൊണ്ട് തീർക്കാൻ പറ്റുന്നൊരു സംഭവമാണ് നിസ്കാരം. പക്ഷേ അഫ്ളലുൽ ഇബാദാത്തിൽ ബദനിയ്യതി കുല്ലിഹാ അസ്സലാത്തു ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരത്തിൽ തഖ്വ ഉണ്ടാകുക എന്നൊക്കെ പറഞ്ഞ ചെറിയ സംഭവമൊന്നുമല്ല. സാബിത്ത് ഇബ്നു അസദിൽ ബുനാനി തങ്ങള് 20 വർഷക്കാലം സ്വന്തം ശരീരത്തിനോട് ജിഹാദ് ചെയ്തുകൊണ്ട് നിസ്കരിച്ചു എന്നാണ്. എന്ന് പറഞ്ഞാല് നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ശരീരം പറയും നിസ്കരിക്കണ്ടടാ, ഇപ്പം നിസ്കരിക്കണ്ടടാ എന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ ആ നഫ്സിനോട് യുദ്ധം ചെയ്തുകൊണ്ട് എതിര് ചെയ്തുകൊണ്ട് നിസ്കരിച്ചു അത്രേ 20 വർഷം. സാബിത്ത് ഇബ്നു അസദിൽ ബുനാനി റളിയല്ലാഹു തആല അൻഹു. പിന്നെ മഹാനവറുകൾ ബാക്കിയുള്ള 20 വർഷം ആനന്ദത്തോടെ നിസ്കരിച്ചു എന്നുള്ളതാണ് ചരിത്രം. അപ്പോ ശരീരം കൽപ്പിക്കുമ്പോൾ അതിനോട് എതിരായി കൊണ്ട് നിസ്കരിക്കണം. അതാണ് യഥാർത്ഥ വിശ്വാസി. ഒരു ശരിയായ മുഅ്മിനിന്റെ ജീവിതം അതാണ്. അല്ലാതെ മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു വലിയ മഹാനാണല്ലോ. നമ്മുടെ മദ്ഹബിന്റെ ഇമാമുകളിൽ പ്രമുഖനാണ് അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു തആല അൻഹു. മഹാനവറുകളോട് ഒരു ദിവസം ഒരാൾ വന്നിട്ട് പറഞ്ഞ്, എനിക്ക് എൻ്റെ ഒരു സാധനം കാണാനില്ല എന്ന് പറഞ്ഞു. എൻ്റെ ഒരു വസ്തു കാണാനില്ല, എന്താ ചെയ്യാ? അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞു, മോനെ നീ പോയിട്ട് വുളൂ ചെയ്തിട്ട് 2 റക്അത്ത് നിസ്കരിച്ചോ എന്ന് പറഞ്ഞു. അബൂ ഹനീഫ തങ്ങൾ പറഞ്ഞത്, ആ നിസ്കാരത്തിൽ പ്രവേശിക്കുന്നതിൻ്റെ വുളൂ എടുത്ത് ശുദ്ധിയായി നിസ്കരിക്കുന്നതിൻ്റെ ബറക്കത്ത് കൊണ്ട് നിന്റെ വസ്തു കിട്ടും എന്ന് ആഗ്രഹിച്ചിട്ടാണ് മഹാനായ അബൂ ഹനീഫ തങ്ങൾ ഇയാളോട് നിസ്കരിക്കാൻ വേണ്ടി പറഞ്ഞത്. അങ്ങനെ ഇയാൾ വുളൂ എടുത്ത് വന്ന് നിസ്കരിച്ച് നിസ്കാരം കണ്ട് പകുതിയാവുമ്പോൾ ഇയാളെ കളഞ്ഞുപോയ സാധനം എവിടെയാ ഉള്ളതെന്ന് ഓർമ്മ വന്ന് നിസ്കാരം പകുതിയിൽ വെച്ച് നിർത്തി ഇയാൾ പോയി. നിസ്കാരത്തിന്റെ പകുതിയിൽ ഓർമ്മ വന്നപ്പോൾ നിസ്കാരം ഒഴിവാക്കിയിട്ട് തിരിച്ചു പോയിട്ട് മഹാനായ അബൂ ഹനീഫ തങ്ങളോട് പറഞ്ഞു, എൻ്റെ സാധനം കിട്ടി എന്ന് പറഞ്ഞു. എൻ്റെ കാണാതായിപ്പോയ സാധനം കിട്ടി എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. നമ്മുടെ നിസ്കാരം പഴയ കാലത്ത് നമ്മൾ പറയാറുണ്ട്, മാമ നിസ്കരിച്ച പോലെ നിസ്കരിക്കരുത് എന്നൊക്കെ പഴയ കാലത്ത് തമാശയായിട്ട് പറയാറുണ്ട്. എന്താ മാമയുടെ നിസ്കാരം? പണ്ട് കാലത്തൊരു മാമയുണ്ടായിരുന്നു അത്രേ. ഇത് ആൾക്കാർ പറഞ്ഞു വരുന്ന കഥയാണ്, കിതാബിലൊന്നും കണ്ട കഥയല്ല. മനുഷ്യന്മാര് പറഞ്ഞു വരുന്ന കഥയാണ്. പഠിക്കാൻ വേണ്ടി മാത്രം ഞാൻ പറയാണ്. പഴയ കാലത്ത് കച്ചവടക്കാരിയായൊരു മാമ ഉണ്ടായിരുന്നു അത്രേ. ആ മാമ ഇടക്കിടക്ക് നിസ്കരിക്കും. എപ്പോഴുമില്ല, ഇടക്കിടക്ക് നിസ്കരിക്കും. സുബ്ഹാനല്ലാഹ്. ഈ മാമയോടൊരാൾ ചോദിച്ചു അത്രേ, അല്ല മാമ, നിങ്ങൾക്ക് ഈ കച്ചവടം നടത്തുമ്പോൾ കുറേ ആൾക്കാർ പൈസ തരാനുണ്ടാവൂലേ? കുറേ ആൾക്കാർക്ക് നിങ്ങൾ പൈസ അങ്ങോട്ട് കൊടുക്കാനുണ്ടാവൂലേ? ഇതൊക്കെ ഇങ്ങനെ ഓർമ്മ വരിക എന്ന് ചോദിച്ചു അത്ര. നിങ്ങളിതൊക്കെ എങ്ങനെ ഓർമ്മിച്ച് വെക്കുക? അപ്പൊ മാമ പറയത്രേ, അതിന് മോനെ ഞാൻ ഇടക്കിടക്ക് നിസ്കരിക്കും. ഇടക്കിടക്ക് നിസ്കരിക്കുമ്പോൾ നിസ്കാരത്തിൽ വെച്ച് എനിക്ക് എന്ത് ചെയ്യും? കിട്ടാനുള്ളതും ഓർമ്മ വരും, കൊടുക്കാനുള്ളതും ഓർമ്മ വരും. കേട്ടോ? നിസ്കാരത്തിലേക്ക് അങ്ങോട്ട് കടന്നാല് കൊടുക്കാനുള്ള ക്യാഷും കിട്ടാനുള്ള ക്യാഷും ഒക്കെ എനിക്ക് ഓർമ്മ വരുന്ന നിസ്കാരത്തിലാണ്. അങ്ങനെയാണ് മോനെ ഞാൻ ഓർമ്മിക്കലെന്ന് ഈ മാമ പറഞ്ഞു അത്ര. കച്ചവടം നിർത്തിയപ്പോൾ മാമയുടെ നിസ്കാരവും അവസാനിച്ചു. പിന്നെ അതിൻ്റെ ആവശ്യമില്ലല്ലോ. കച്ചവടം ചെയ്യുമ്പോഴല്ലേ കിട്ടേണ്ടതും കൊടുക്കേണ്ടതൊക്കെ ഓർമ്മേൻ്റെ ആവശ്യം വരുള്ളൂ അല്ലേ? കച്ചവടം നിർത്തിയപ്പോൾ നിസ്കാരം നിർത്തി. സുബ്ഹാനല്ലാഹ്. ഞാനിതൊരു തമാശയായിട്ട് പറഞ്ഞതെങ്കിലും നമ്മുടെ നിസ്കാരം മാമയുടെ നിസ്കാരത്തിനോട് തുല്യമല്ലേ? പല ചിന്തകളും നിസ്കാരത്തിലല്ലേ? കൊടുക്കാനുള്ളതും കിട്ടാനുള്ളതും യാത്രയിലും യാത്രയല്ലാത്തപ്പോഴും ഏത് സംഗതിയും ഓർമ്മ വരുന്നത് നമ്മുടെ നിസ്കാരത്തിലല്ലേ?
അള്ളാഹു നമ്മുടെ നിസ്കാരം പൂർണ്ണതയിലാക്കി തരുമാറാവട്ടെ. ഞാനതൊരു തമാശയായി പറഞ്ഞതല്ല, പക്ഷേ നമ്മുടെ ഈമാനിന്റെ കുറവാണത്. എന്ന് വെച്ച് നിസ്കരിക്കേണ്ടെന്നാ പണ്ടൊരാൾ പറഞ്ഞു അത്രേ, ലോകത്തെ മുഴുവനും സൃഷ്ടിച്ചവനല്ലേ പടച്ചോന്, എല്ലാ അത്ഭുതങ്ങളും സൃഷ്ടിച്ചവനാണ് പടച്ചോൻ അല്ലേ? ആ അള്ളാഹുവിനോടുള്ള മുനാജാത്തല്ലേ, സംഭാഷണമല്ലേ നിസ്കാരം. അതുകൊണ്ട് എൻ്റെ ഇത്രയും പവറുള്ള അധികാരമുള്ള രാജാധിരാജനായ അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കാനുള്ള ക്വാളിഫിക്കേഷൻ, കഴിവൊന്നും എനിക്കില്ല, അതുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നില്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുന്ന മുനാജാത്ത് ആയതുകൊണ്ട് ഞാൻ നിസ്കരിക്കുന്നില്ല, കാരണം അതിനുള്ള കഴിവൊന്നും എനിക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള നിസ്കരിക്കാതിരുന്നു അത്ര. ഇങ്ങനെയല്ല വേണ്ട. നിസ്കരിക്കുമ്പോ തഖ്വ നമ്മൾ ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഇത്തഖുല്ലാഹ മസ്തതഅതും, കഴിവിനനുസരിച്ച് നിങ്ങൾ അള്ളാഹുവിന് തഖ്വ ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോ നിസ്കാരം അങ്ങനെ നിസ്കരിക്കണം. തഖ്വ ഇല്ലെങ്കിൽ തഖ്വ ഉണ്ടാക്കണം. നിസ്കരിക്കാൻ മടിയുണ്ടെങ്കിൽ മടി മാറ്റിവെച്ചിട്ട് നഫ്സിനോട് ജിഹാദ് ചെയ്തുകൊണ്ട് നിസ്കരിക്കണം. എങ്കിൽ ആ നിസ്കാരം പൂർണ്ണതയിലെത്തും. മഹാനായ സാബിത്ത് ഇബ്നു അസദുൽ ബുനാനി തങ്ങൾ നിസ്കരിച്ചതുപോലെ ആദ്യമൊക്കെ നഫ്സിനോട് ജിഹാദ് ചെയ്തുകൊണ്ട് നിസ്കരിച്ചാൽ അവസാനം നമുക്ക് നിസ്കാരത്തിൽ ആനന്ദം ലഭിക്കും. ആ കൂട്ടരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. നിസ്കാരം വലിയ സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വന്നിട്ട് ഒരാൾ ചോദിച്ചു, നബിയെ എനിക്കൊരു ഉപദേശം നൽകണം. എലിനി വഔജിസ് യാ റസൂലല്ലാഹ്, എനിക്കൊരു ഉപദേശം പറഞ്ഞു തരണം. എനിക്ക് വലിയ ഒരു ഉപദേശം ചുരുക്കിയിട്ട് എനിക്ക് പറഞ്ഞു തരണം എന്ന് ചോദിച്ചപ്പോ വളരെ ചുരുക്കിയിട്ട് ഒരു ഉപദേശം എനിക്ക് പറഞ്ഞു തരണം എന്ന് പറഞ്ഞ ആളോട് നബി തങ്ങൾ ആദ്യം തന്നെ പറഞ്ഞ വാക്ക്, ഓ മോനെ, ഇദാ കുന്ത ഫീ സ്വലാത്തിക ഫസ്വല്ലി സ്വലാത്ത മുവദ്ദിഇൻ, നീ നിസ്കാരത്തിന് എഴുന്നേറ്റ് നിൽക്കുമ്പോ ഒരു യാത്ര പോകുന്നവന്റെ നിസ്കാരം പോലെ, ഒരു യാത്രക്കാരന്റെ നിസ്കാരം പോലെ നീ നിസ്കരിക്കണമെന്ന് ആ മനുഷ്യനോട് നബി തങ്ങൾ ഉപദേശം പറഞ്ഞു കൊടുത്തു. ചെറിയ ഉപദേശം പറയണം എന്ന് പറഞ്ഞപ്പോ, നീ നിസ്കാരത്തിന് നിൽക്കുമ്പോ ഒരു യാത്ര പോകുന്നവന്റെ നിസ്കാരം നിസ്കരിച്ചോ എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് യാത്ര പോകുന്നവന്റെ നിസ്കാരം? യാത്ര പോകുന്നവന്റെ നിസ്കാരം എന്ന് പറഞ്ഞാൽ ളുഹർ നിസ്കാരത്തിന് അവൻ മുഹിമ്മാത്തിലായിരിക്കും. അവൻ എറണാകുളത്തേക്കുള്ള യാത്രയിലാണ്. അവൻ പോകുന്നത് എറണാകുളത്തേക്കാണ്. യാത്ര ആരംഭിക്കുന്നത് മുഹിമ്മാത്തിൽ വെച്ചാണ്. മുഹിമ്മാത്തിൽ നിന്ന് ളുഹർ നിസ്കരിച്ചുകൊണ്ടാണ് അവൻ യാത്ര പുറപ്പെടുന്നത്. അങ്ങനെ ളുഹർ നിസ്കരിക്കുമ്പോ ഇവന്റെ മനസ്സിലെന്താ ഉണ്ടാവുക? ളുഹർ നിസ്കരിക്കുമ്പോ ഇവന്റെ മനസ്സിലെന്താ ഉണ്ടാവുക? ളുഹർ നിസ്കാരത്തിന് വേണ്ടി നിൽക്കുമ്പോ അസുർ നിസ്കാരത്തിന് ചിലപ്പോ ഞാന് കണ്ണൂരിലോ കാസർഗോഡിലെ വേറെ ഏതെങ്കിലും സ്ഥലത്തോ ആയിരിക്കും എന്നുള്ളതാണ് അല്ലേ? യാത്രക്കാരനല്ലേ, ഒരേ സ്ഥലത്തുണ്ടാവില്ലല്ലോ. അങ്ങനെ കണ്ണൂരിൽ വെച്ച് അസുർ നിസ്കരിക്കുന്ന ഈ യാത്രക്കാരന്റെ മനസ്സിലുണ്ടാവലെന്താ? ഇഫ്താർ സമയത്ത്, നോമ്പ് മുറിക്കുന്ന സമയത്ത്, മഗ്രിബിന്റെ സമയത്ത് ഞാൻ ചിലപ്പോൾ കോഴിക്കോട്ടിലായിരിക്കാം, കണ്ണൂർ ജില്ലയിൽ ഞാനുണ്ടാകൂല. ഇതാണൊരു യാത്ര പോകുന്നവന്റെ നിസ്കാരം. ഈ ചിന്തയിൽ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകണം. ളുഹർ നിസ്കരിക്കുന്ന ആളുടെ മനസ്സിലുണ്ടാകണം, ഇതെന്റെ അവസാനത്തെ നിസ്കാരമാകാം. അസുർ നിസ്കാരത്തിനോ മഗ്രിബ് നിസ്കാരത്തിനോ അതല്ലെങ്കിൽ നാളത്തെ ളുഹറിനോ ഇതേ സ്ഥലത്ത് ഇതേ ആഫിയത്തിൽ ഞാൻ ഉണ്ടാകണം എന്നില്ല.
ഞാൻ ചിലപ്പം മരിച്ച് ഖബറിലാകാം എന്ന ചിന്തയോടെ നിസ്കരിക്കണം. അങ്ങനെ നിസ്കരിക്കുമ്പോ അവസാനത്തെ നിസ്കാരമാണ്, അവസാനത്തെ നിസ്കാരമാകാമെന്ന ചിന്ത വരുമ്പോ നിസ്കാരത്തിൽ ഇഖ്ലാസ് വരും. അങ്ങനെ നിസ്കരിക്കണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ നിസ്കാരത്തിൽ ഇഖ്ലാസ് ഉണ്ടായവൻ അവൻ രക്ഷപ്പെട്ടുപോയി. മുഅ്മിനീങ്ങളെ, നിസ്കാരം വലിയ തൗഫീഖാണ്. മഹാന്മാര് നിസ്കരിച്ച നിസ്കാരം നിസ്കരിക്കാൻ അതിന് വലിയ ഭാഗ്യമാണ്. നിസ്കാരത്തിന് ഒരുപാട് ഷർത്തും ഫർളൊക്കെ ഉണ്ട്. ആ ഷർത്തും ഫർളൊക്കെ പാലിച്ച് നിസ്കരിച്ചാലേ നിസ്കാരമാവുള്ളൂ. വെറുതെ നിസ്കരിച്ചിട്ടൊന്നും കാര്യമില്ല. നിസ്കാരത്തിന്റെ ഷർത്തും ഫർളൊക്കെ പാലിക്കണം. നിസ്കാരം എല്ലാ മുസ്ലിമീങ്ങൾക്കും മുക്കല്ലഫീങ്ങൾക്കും നിർബന്ധമാണ്. ജീവിതത്തിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു സംഭവമാണ് നിസ്കാരം എന്നുള്ളത്. വിശാലമായ കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ നാട്ടില് നായക്ക് കൊടുക്കുന്ന പാത്രം, നായക്ക് ഭക്ഷണം കൊടുക്കുന്ന പാത്രം, ആ പാത്രത്തിൽ വരെ നിസ്കരിക്കാത്തവർക്ക് ഭക്ഷണം കൊടുക്കരുത് എന്നാണ് മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. നായ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും നിസ്സാരമായി നമ്മൾ കാണുന്ന, നിസ്സാരപ്പെടുത്തണം എന്നല്ലട്ടോ ഞാൻ പറഞ്ഞ്, മുഹല്ലലായ നജസായ, തൊട്ടാൽ നനവോടെ തൊട്ടാൽ 7 വട്ടം കഴുകി മണ്ണുകൊണ്ട് കഴുകേണ്ട ഒരു ജീവിയാണ് നായ. ആ നായക്ക് കൊടുക്കുന്ന പാത്രത്തിൽ, നായക്ക് ഭക്ഷണം കൊടുക്കുന്ന പാത്രത്തിൽ വരെ നിസ്കരിക്കാത്തവർക്ക് ഭക്ഷണം കൊടുക്കരുത് എന്നാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് നിസ്കാരത്തിന്റെ മഹത്വം. നിസ്കരിക്കാത്തവൻ മുസ്ലിമല്ല. നിസ്കരിക്കാത്തവരോട് സലാം പറയണ്ട, അവര് സലാം പറഞ്ഞാൽ മടക്കണ്ട. നിസ്കാരം വലിയ പ്രത്യേകതയാണ്. നിസ്കാരം ഒഴിവാക്കുന്നവനും വലിയ ശിക്ഷയാണ്. ഒരു മുസ്ലിമും ഒരു കാഫിറും തമ്മിലുള്ള വ്യത്യാസം അത് നിസ്കാരമാണ്. അൽ ഫർഖു ബൈനൽ മുസ്ലിമി വൽ കാഫിരി അസ്സലാഹ്. മുസ്ലിമിന്റെയും കാഫിറിന്റെയും ഇടയിലുള്ള വ്യത്യാസം നിസ്കാരമാണ്. ആ നിസ്കാരം അതിന്റെ ഷർത്തും ഫർളും ഒക്കെ പാലിച്ചുകൊണ്ട് പരിപൂർണമായി നിസ്കരിക്കണം. നിസ്കാരം ഒഴിവാക്കുന്നവൻ അവൻ മുസ്ലിമല്ല. ഫമൻ ജഹദഹു ഫഖദ് കഫറ വഖുതില ബികുഫ്രിഹി. ഒരു മനുഷ്യൻ നിസ്കാരം നിർബന്ധമല്ല എന്ന് പറഞ്ഞാൽ, ഒരാൾ പറഞ്ഞു നിസ്കാരം നിർബന്ധമൊന്നുമില്ല, നിസ്കരിക്കൽ നിർബന്ധമായ കാര്യമൊന്നുമില്ല എന്ന് ഒരാൾ പറഞ്ഞു. അങ്ങനെ ഒരാൾ പറഞ്ഞാൽ ഫഖദ് കഫറ, അവൻ കാഫിറായി പോയി. വഖുതില ബികുഫ്രിഹി, കാഫിറായിട്ട് തന്നെ അവനെ കൊല്ലുകയും വേണം. കർമ്മശാസ്ത്ര നിയമമാണ്. ഫിഖഹ് പഠിപ്പിച്ചത് അങ്ങനെയാണ്. നിസ്കാരത്തെ നിഷേധിച്ചവൻ കാഫിറാണ് എന്ന് മാത്രമല്ല, അവനെ കാഫിറായിട്ട് തന്നെ കൊല്ലണം. ഇനൊരാൾ നിസ്കാരത്തെ നിഷേധിച്ചിട്ടൊന്നുമില്ല, നിസ്കാരം നിർബന്ധമാണെന്ന് തന്നെയാണ് അവൻ പറയുന്നത്. പക്ഷേ ഒരാൾ നിസ്കാരത്തിന്റെ സമയത്തിനെ തൊട്ട് പുറപ്പെടിച്ചു. വമൻ അഖറജഹ അൻ വഖ്തിഹാ വവഖ്തി ജംഇഹാ കസലൻ ഖുതില ഹദ്ദൻ ലാ കുഫ്റൻ. ഒരാൾ നിസ്കാരത്തെ എന്ത് ചെയ്തു? നിസ്കാരത്തിന് സമയത്തിനെ തൊട്ട് ബന്ധിപ്പിച്ച്. മാത്രല്ല ആ നിസ്കാരം ജംആക്കുന്ന സമയത്തിനെ തൊട്ടും ബന്ധിപ്പിച്ചു. ഉദാഹരണം, ഒരാൾ ളുഹ്ർ നിസ്കരിച്ചില്ല, ളുഹ്ർ ബാങ്ക് കൊടുത്തു, അസുർ ബാങ്ക് കൊടുക്കുന്നത് വരെ ഇയാൾ ളുഹ്ർ നിസ്കരിച്ചില്ല. എന്നിട്ട് ളുഹ്ർ കഴിഞ്ഞിട്ട് അസുർ ബാങ്ക് കൊടുത്തിട്ട് അസുറിന്റെ സമയം അവസാനിക്കാൻ വേണ്ടി പോവാം, മഗ്രിബ് ബാങ്ക് കൊടുക്കാൻ വേണ്ടി പോവാം. അതാണ് ജംഅന്റെ വഖ്ത് എന്ന് പറഞ്ഞത്. കാരണം ളുഹ്റിനെ അസുറിലേക്ക് അങ്ങോട്ട് പിന്തിച്ച് ജമാക്കാം. ജമാക്കുന്നൊരു നിസ്കാരമാണ് ളുഹ്റും അസുറും. അപ്പൊ ളുഹ്റിന്റെ സമയത്ത് ളുഹ്ർ നിസ്കരിച്ചില്ല,
അസുറിന്റെ സമയം കഴിഞ്ഞപ്പോഴും അവൻ ളുഹ്ർ നിസ്കരിച്ചില്ല. എന്തേ കാരണം? നിഷേധിച്ചുകൊണ്ടൊന്നുമല്ല, നിസ്കാരം ഇല്ല എന്ന് പറഞ്ഞിട്ടൊന്നുമല്ല, പിന്നെ കസ്ലൻ, മടി കൊണ്ടാണ് നിസ്കരിക്കാത്തത്. കുത്തില ഹദ്ദൻ ലാ കുഫ്രൻ, അവനെയും കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിന്റെ നിയമം അവനെ കൊന്നുകളയണം. പക്ഷേ ഫയുഗ്സലു വയുസല്ല അലൈഹി വയുദ്ഫനു ഫീ മഖാബിരിൽ മുസ്ലിമീൻ, ഇങ്ങനെ നിഷേധപൂർവമല്ലാതെ മടിയായിട്ട് ബന്ധിപ്പിച്ച ആളാണെങ്കിൽ അവനെ പേരിൽ നിസ്കരിക്കും ചെയ്യാം, അവനെ കുളിപ്പിക്കുകയും ചെയ്യാം, അവനെ മുസ്ലിം ഖബർസ്ഥാനിയിൽ മറവ് ചെയ്യുകയും ചെയ്യാം. കാരണം എന്താ? അവൻ മുസ്ലിം തന്നെയാണ്, മടിയായിട്ടാണ് നിസ്കരിക്കാത്തത്. പക്ഷെ എന്നെ കൊല്ലണം. അതേപോലെ നിസ്കാരത്തിന്, നഷ്ടപ്പെട്ടു പോയ നിസ്കാരത്തിന് എങ്ങനെ ചെയ്യണം? കുറെ നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ, ഒരാൾക്ക് നിസ്കാരം നഷ്ടപ്പെട്ടു പോയി, ആ നിസ്കാരം പെട്ടെന്ന് ഖളാ കിട്ടണം. ഏതുവരെ? ആ സമയത്തുള്ള നിസ്കാരത്തിനേക്കാളും മുമ്പ് എന്ത് ചെയ്യണം? അവൻ നഷ്ടപ്പെട്ടു പോയ നിസ്കാരം നിസ്കരിക്കണം. ഉദാഹരണം, ഒരാളെ ളുഹ്ർ നിസ്കാരം ഖളാ ആയി, ളുഹ്ർ നിസ്കാരം ഖളാ ആയിപ്പോയി. ആ ഖളാ ആയിപ്പോയ നിസ്കാരം അസുർ ബാങ്ക് കൊടുത്തതിന് ശേഷം, ആ അസുറിന്റെ സമയത്തുള്ള നിസ്കാരം അസുർ നിസ്കാരമാണല്ലോ, ആ അസുറിനേക്കാളും മുമ്പ് ഇവൻ നിസ്കരിക്കേണ്ടത് ഏതാ? ഈ നഷ്ടപ്പെട്ടു പോയ ളുഹ്ർ നിസ്കാരം. അതാ പറഞ്ഞത്, ആ സമയത്തുള്ള നിസ്കാരത്തിനേക്കാളും മുന്തിച്ച് നിസ്കരിക്കണം. ഏതിനെ? നഷ്ടപ്പെട്ടു പോയ നിസ്കാരത്തിനെ. ഇനി നഷ്ടപ്പെട്ടു പോയ നിസ്കാരം തന്നെ കാരണത്തോടെ നഷ്ടപ്പെട്ടതും ഉണ്ടാവും, കാരണം ഇല്ലാതെ നഷ്ടപ്പെട്ടതും ഉണ്ടാവും. ഫമൻ ഫാത്തതുഹു മക്തൂബാത്തുൻ ബിഗൈരി ഉദ്രിൻ, ഒരാൾ കാരണമില്ലാതെ ഫർള് നിസ്കാരങ്ങൾ ഒരാൾ നഷ്ടപ്പെടുത്തി, ഒരു കാരണവുമില്ല, വെറുതെ മടിയായിട്ട് ഫർള് നിസ്കാരങ്ങൾ ഒരാൾ നഷ്ടപ്പെടുത്തിയാൽ, യൽസമുഹു സർഫു ജമീഇ സമനിഹി ലിൽ ഖളാഇ ഇല്ലാ മാ യൽതറു ഇലൈഹി ലിനഹവി നൗമിൻ ഔ കസ്ബി മുഅനത്തിൻ. ഒരാൾ കാരണമില്ലാതെ ഫർള് നിസ്കാരങ്ങളെ നഷ്ടപ്പെടുത്തിയാൽ അവന് ആവശ്യമുള്ള ഉറക്ക്, ഭക്ഷണം, അതുപോലെ ചെലവിനുള്ള ജോലി കഴിച്ചിട്ട് ബാക്കി മുഴുവൻ സമയങ്ങളും ഈ നിസ്കാരം ഖളാ വിട്ടാൻ വേണ്ടി അവൻ ചെലവഴിക്കണം. നോക്കിങ്ങള്, കാരണമില്ലാതെ നഷ്ടപ്പെട്ടു പോയ നിസ്കാരത്തിനെ വളരെ പെട്ടെന്ന് എല്ലാ സമയം ഉപയോഗിച്ചുകൊണ്ട് ഖളാ വിട്ടണം. അത്യാവശ്യം ഭക്ഷണം, ഉറക്ക്, അത്യാവശ്യം ജോലിക്ക് പോകാനുള്ള കാര്യങ്ങൾ മാത്രം ഒഴിച്ചിട്ട് ബാക്കി മുഴുവൻ സമയങ്ങൾ അവൻ ഈ ഖളാഇ പോയ നിസ്കാരത്തിന് വേണ്ടി മാറ്റിവെക്കണം. ഇതൊക്കെയാണ് ഫിഖഹിന്റെ നിയമങ്ങൾ. ഇങ്ങനെ ഒരുപാട് നിയമങ്ങൾ നിസ്കരിക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അതൊക്കെ പാലിച്ചുകൊണ്ട് നിസ്കാരം പൂർണ്ണമായി ചെയ്താലേ അവന്റെ നിസ്കാരമാകുള്ളൂ. ഒരുപാട് ഷർത്തും ഫർളൊക്കെ ഉണ്ടല്ലോ. അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാകണം നിസ്കാരത്തിന്റെ ഒരു ഷർത്ത. നജസിൽ നിന്ന് അവൻ നിസ്കരിക്കുന്ന സ്ഥലം, അവന്റെ വസ്ത്രം, അവന്റെ ശരീരം ഒക്കെ ശുദ്ധിയാകണം. അതും നിസ്കാരത്തിന്റെ ഒരു ഷർത്താണ്. ഇങ്ങനെ എല്ലാ ഷർത്തും ഫർളും ഒക്കെ പാലിച്ച് ഔറത്ത് മറക്കൽ, അതും നിസ്കാരത്തിന്റെ ഒരു ഷർത്ത. ഇനി ഞാൻ ചോദിക്കട്ടെ, ഒരാൾക്ക് നിസ്കരിക്കുമ്പോൾ ഔറത്ത് മറക്കാനുള്ള വസ്ത്രമില്ല എങ്കിൽ എന്താ ചെയ്യാ? നിസ്കരിക്കുമ്പോൾ ഔറത്ത് മറക്കാനുള്ള വസ്ത്രം ഇല്ല. ഇന്നത്തെ കാലത്ത് ഈ മസലക്ക് പ്രസക്തി ഉണ്ടോ എന്നറിയില്ല. പഴയ കാലത്തൊക്കെ വലിയ പ്രയാസം അനുഭവപ്പെട്ട സംഭവമായിരിക്കും അല്ലേ? വസ്ത്രമൊന്നുമില്ലാതെ ഒരാൾക്ക് ധരിക്കാൻ വസ്ത്രമില്ല, ഔറത്ത് മറക്കാൻ പറ്റുമോ? പറ്റൂല. എങ്കിൽ അവനെന്താ ചെയ്യേണ്ടത്? അവൻ ചെയ്യേണ്ടത് മണ്ണ് കൊണ്ടോ വൈക്കോല് കൊണ്ടോ ഇലകളെ കൊണ്ടോ അവന്റെ ഔറത്ത് മറക്കണം. എങ്ങനെയെങ്കിലും അവൻ ഔറത്ത് മറക്കണം, എന്നിട്ട് നിസ്കരിക്കണം. അങ്ങനെ മറച്ചിട്ട് നിസ്കരിക്കണം. ഇനി ഒരു സാധനവും മറക്കാനില്ലെങ്കിലോ, ഈ പറയപ്പെട്ട ഡ്രസ്സുമില്ല, ഇലകളുമില്ല, മണ്ണുമില്ല, കടലാസുമില്ല, പേപ്പറുമില്ല, ഒന്നുമില്ല എങ്കിൽ ഇവൻ എങ്ങനെ നിസ്കരിക്കല്? ഔറത്ത് മറക്കണ്ടേ?
അങ്ങനെ പ്രയാസപ്പെടുന്ന ഒരു മറയുമില്ലാത്ത ആളാണെങ്കിൽ സ്വല്ലാ ഉരിയാനൻ ബിലാ ഇആദത്തിൻ, നഗ്നനായിട്ട് അവൻ നിസ്കരിക്കണം, ഔറത്ത് വെളിവാക്കിക്കൊണ്ടവൻ നിസ്കരിക്കണം. അപ്പോഴും നിസ്കാരത്തിന് അവന് ഒഴിവില്ല, നിസ്കാരത്തിന് അവൻ ഒഴിവില്ല, നിസ്കരിക്കണം. ഇനി ഖിബിലക്ക് മുന്നിടൽ മറ്റൊരു ഷർത്താണ്. അത് പല ആളുകൾക്കും പ്രശ്നം ഉണ്ടാകുന്നൊരു സംഭവം. ഖിബിലക്ക് മുന്നിടുക അല്ലേ? ഖിബിലക്ക് മുന്നിടൽ എന്താ ചെയ്യുക? ഒരാൾ ഏതോ നാട്ടിലേക്ക് പോയി, അയാൾക്ക് ഖിബിലക്ക് മുന്നിടൽ നിസ്കാരത്തിന്റെ ഷർത്തല്ലേ, അപ്പൊ നിസ്കരിക്കണം. ഖിബില എങ്ങോട്ടെന്ന് അറിയില്ല എങ്കിൽ എന്താ ചെയ്യുക? അയാൾ ചെയ്യേണ്ടത്, ഒരാൾ മൻ തഖയ്യറ ഫീ അംരിൽ ഖിബലത്തി, ഖിബലന്റെ കാര്യത്തിൽ ഒരാൾക്ക് സംശയമുണ്ടായാൽ, വലാക്കൽ വഖതു, സമയം ആവുകയും ചെയ്തു, ളുഹർ ബാങ്ക് കൊടുത്തു, നിസ്കരിച്ചില്ല, അസ്ർ ബാങ്ക് കൊടുക്കാനായി, ളുഹറിന്റെ സമയം കഴിയാനായി, ഇവൻ നിസ്കരിച്ചിട്ടില്ല, കാരണം ഖിബല എങ്ങോട്ടാന്നറിയില്ല. എങ്കിൽ എന്താ ചെയ്യേണ്ടത്? സ്വല്ലാ ഇലാ അയ്യി ജിഹത്തിൻ ശാഅ, ഓൻ എങ്ങനെ ഉദ്ദേശിക്കുന്നു അങ്ങനെ നിസ്കരിക്കാം. കാരണം ഖിബല അറിയില്ല, ചോദിക്കാൻ പറ്റിയ ആളുകളില്ല, സംശയം തീർക്കാൻ പറ്റിയ ആളുകളില്ല, പഠിച്ച് ഖിബല മനസ്സിലാക്കി നിസ്കരിക്കാൻ പറ്റിയ ആലിമീങ്ങളുമില്ല. എങ്കിൽ സമയം കഴിയാനായാൽ ഓൻ കഴിയുന്നത് പോലെ അവൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് തിരിഞ്ഞുകൊണ്ട് അവൻ നിസ്കരിക്കണം. പിന്നെ അവൻ മടക്കി നിസ്കരിക്കണം, പിന്നെ മടക്കി നിസ്കരിക്കണം. ഇനി ഒരാളെ രോഗിയാണ്, അസുഖമുള്ള ഒരാളാണ്, അയാളെ കിടത്തിയ ഭാഗത്തേക്കാണ് അയാൾ കിടന്നിട്ടുള്ളത്, ഖിബലന്റെ ഭാഗത്തേക്കൊന്നുമല്ല, ഏതെങ്കിലും ഭാഗത്തേക്കാണ് അയാളെ കിടത്തിയിട്ടുള്ളത്, രോഗിയാണ്. അപ്പൊ ഖിബലക്ക് തിരിയാൻ പ്രയാസമാണ്. എങ്കിൽ അവൻ എന്താ ചെയ്യേണ്ടത്? വമൻ അജസ അനിസ്തിഖ്ബാലിഹാ കമരിലിൻ ലാ യജിദു മൻ യുവജ്ജിഹുഹു ഇലൈഹാ. ഇയാൾ രോഗിയാണെന്ന് മാത്രമല്ല, ഇയാൾ കിടന്നത് ഖിബലന്റെ ഭാഗത്തേക്കല്ല, ഖിബലക്ക് തിരിക്കാൻ പറ്റിയ ആളുകളും അവിടെ ഇല്ല. രോഗിയായ ഒരാൾ കിടന്നാൽ ഖിബലക്ക് തിരിച്ചു കിടത്താൻ പറ്റിയ ആളുണ്ടെങ്കിൽ എന്താ ചെയ്യാ? ഖിബലക്ക് തിരിച്ചു കിടത്താം. പക്ഷേ ഖിബലക്ക് തിരിച്ചു കിടത്താൻ പറ്റിയ ആളും അവിടെ ഇല്ല, സ്വന്തമായിട്ട് തിരിയാൻ പറ്റുന്നില്ല, ഖിബലക്ക് തിരിക്കാൻ പറ്റിയ ആളുകളും അവിടെ ഇല്ല. അങ്ങനെ വന്നാൽ അവൻ എന്താ ചെയ്യേണ്ടത്? ഫയുസല്ലി അലാ ഹാലിഹി, അവൻ അവിടെയും എന്ത് ചെയ്യാ? കഴിയുന്നത് പോലെ നിസ്കരിക്കുക. നോക്കൂ മുഅ്മിനീങ്ങളെ, ഞാൻ ഈ മസ്അല പറഞ്ഞത് നിസ്കാരത്തിന് ഒരു ഒഴിവും അല്ലാഹു തന്നിട്ടില്ല. അസുഖമുണ്ടോ, അസുഖമില്ലേ, രോഗിയാണോ, ആരോഗ്യമുള്ളവനാണോ, വാർദ്ധക്യമുള്ളവനാണോ, ആരാണെങ്കിലും പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞ മുക്കല്ലഫായ മുസ്ലിമായ മനുഷ്യനാണെങ്കിൽ ഓനക്ക് നിസ്കാരത്തിന് തൊട്ട് ഒഴിവാകുന്ന ഒരു സമയം പോലും അവന്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. അത്രയും പ്രത്യേകതയുള്ള ഒരു അമലാണ്, ഒരു മനുഷ്യന്റെ ബാധ്യതയാണ്, ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് നിസ്കാരം എന്നുള്ളത്. ആ നിസ്കാരം പൂർത്തിയാക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. ഞാൻ അവസാനിപ്പിക്കുകയാണ് മുഅ്മിനീങ്ങളെ, ആ നിസ്കാരം മുറ പോലെ നിർവഹിക്കണം. അപ്പോൾ യഥാർത്ഥ വിശ്വാസിയുടെ 4 അടയാളങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്നാമത്തത്, അള്ളാഹുവിനെ കുറിച്ച് കേൾക്കുമ്പോ അവന്റെ ഹൃദയത്തിൽ പേടിയുണ്ടാവുക. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോ അവന്റെ മനസ്സിൽ ഈമാൻ വർദ്ധിക്കുക. മൂന്നാമത്തെ കാര്യം, വഅലാ റബ്ബിഹിം യതവക്കലൂൻ, അള്ളാഹുവിലേക്ക് തവക്കുലാക്കുക. നാലാമത്തെ കാര്യം, അല്ലദീന യുഖീമൂന സ്വലാത്ത, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നവർ. അവസാനത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഒരു വിശ്വാസിക്ക്, ഒരു മുഅ്മിനിനുണ്ടാകേണ്ട 5ാമത്തെ കാര്യം,
വമിമ്മാ റസഖനാഹും യൻഫിഖൂൻ. അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കൽ, അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കൽ, ഉള്ളത് എത്രയും ആവട്ടെ അവന്റെ കഴിവനുസരിച്ച് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കൽ, അതൊരു വിശ്വാസിയുടെ സ്വഭാവമാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ വമാ തുൻഫിഖൂ മിൻ ശൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം. ഒരാൾക്ക് സ്വർഗമുണ്ടാകുന്നത്, ഒരാൾക്ക് സ്വർഗം ലഭിക്കുന്നത് എങ്ങനെയെന്നറിയോ? ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ സ്വതക്ക ചെയ്യുക. നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ സമ്പത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുക. അത് പരിപൂർണ വിശ്വാസിയുടെ സ്വഭാവമാണ്. വമാ തുൻഫിഖൂ മിൻ ശൈഇൻ ഫഇന്നല്ലാഹ ബിഹി അലീം. നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും, അള്ളാഹുവിന്റെ മാർഗത്തിൽ എങ്ങനെ ചെലവഴിച്ചാലും അള്ളാഹു അറിയും കേട്ടോ. അതിന് അള്ളാഹു പ്രതിഫലം നൽകുന്നത് സ്വർഗമാണ്. ഒരു വിശ്വാസി അവന്റെ സന്തോഷഘട്ടത്തിലും അവന്റെ പ്രയാസഘട്ടത്തിലും അവൻ ചെലവഴിക്കണം. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. ചെലവഴിക്കണം എന്ന് പറയുമ്പോൾ ഹലാലായ സമ്പത്ത് ചെലവഴിക്കണം. സുന്നത്തായ കർമ്മമാണ് സ്വതക്ക കൊടുക്കുക എന്നുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരൊക്കെ മനസ്സിലാക്കണം. സ്വതക്ക കൊടുക്കൽ സുന്നത്തായ കർമ്മ. എന്നാ ഒരു മനുഷ്യന് നിർബന്ധമായ കാര്യം എന്താ? അവന്റെ കടം വീട്ടുക എന്നുള്ള. കൊടുക്കേണ്ട കടം വീട്ടൽ നിർബന്ധമാണ്, ഒരു മുസ്ലിമിന് ലാസിമാണ്. അപ്പൊ നിർബന്ധമായ കടം കൊടുക്കാതെ സ്വതക്ക ചെയ്യാൻ പറ്റുമോ? സ്വതക്ക സുന്നത്താണ്, കടം കൊടുക്കൽ നിർബന്ധമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ രൂപത്തിൽ സുന്നത്തായ സ്വതക്കകൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാകണം. നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ആളുകൾ നമുക്ക് കഴിവുണ്ടോ നൽകണം. ചില ഉമ്മാരൊക്കെ വിചാരിക്കും, അയാൾ എപ്പോഴും വരുന്ന ആളല്ലേ, അയാൾക്ക് എങ്ങനെ 10 രൂപ കൊടുക്കല്? അയാൾ സ്ഥിരം വരുന്ന ആള്, പ്രതീക്ഷിച്ച് വരുന്ന ആളല്ലേ, എങ്ങനെ അയാൾക്ക് 50 രൂപ കൊടുക്കല്, പിന്നെ 50 രൂപ കൊടുക്കല്? അയാൾക്ക് എപ്പോഴും 500 കൊടുക്കുന്ന ആളല്ലേ, എങ്ങനെ 100 കൊടുക്കല്, എങ്ങനെ 50 കൊടുക്കല്? അത് നമ്മൾ ചിന്തിക്കണ്ട. നമ്മുടെ കഴിവിനനുസരിച്ച് കൊടുക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചത്. 200 കൊടുക്കുന്ന ആളല്ലേ എന്ന് വിചാരിച്ചിട്ട് അയാൾ വരുമ്പോ അപ്പുറത്തുനിന്ന് കടം വാങ്ങിയിട്ട് 200 കൊടുക്കുക. നമ്മുടെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ, സാധനം വാങ്ങാൻ പൈസ ഇല്ലാതിരിക്കുക. അതിന്റെ ആവശ്യം എന്താ? കൊടുക്കേണ്ടത് ഉള്ളതിൽ നിന്ന് കൊടുക്കണം. അവന്റെ കുടുംബത്തിൽ നിന്ന് അവന്റെ കുടുംബത്തിന് ചെലവ് കഴിയാൻ, അവന്റെ മക്കൾക്ക് ചെലവ് കൊടുക്കാൻ, അവന്റെ ഭാര്യ മക്കളെ പോറ്റാൻ, ഉമ്മാനെയും ഉപ്പാനെയും പോറ്റാൻ അവന് ചെലവ് മാറ്റിവെക്കണം, സമ്പത്ത് മാറ്റിവെക്കണം. എന്നിട്ട് അവന് ബാക്കിയുള്ളതിൽ നിന്ന് കഴിയുന്നത് പോലെ സ്വതക്ക ചെയ്യണം. മൻ അഹബ്ബ ലില്ലാഹി വ അബ്ഗള ലില്ലാഹി വ അഅതാ ലില്ലാഹി വ മനഅ ലില്ലാഹി ഫഖദ് ഇസ്തക്മലൽ ഈമാൻ. അല്ലാഹുവിന് വേണ്ടി ഒരാളെ ഇഷ്ടപ്പെട്ടു, അല്ലാഹുവിന് വേണ്ടി ഒരാളെ ദേഷ്യപ്പെട്ടു, അല്ലാഹുവിന് വേണ്ടി ഒരാൾക്ക് നൽകി, അല്ലാഹുവിന് വേണ്ടി ഒരാൾക്ക് തടഞ്ഞു വെച്ചു. അങ്ങനെ ചെയ്താൽ ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവന്റെ ഈമാനി പരിപൂർണമായി എന്നാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇഷ്ടപ്പെടൽ അൽ ഹുബ്ബു ഫില്ലാഹി അൽ ബുഗ്ളു ഫില്ലാഹ്. അല്ലാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടണം, അല്ലാഹുവിന് വേണ്ടി വെറുക്കണം. എന്തൊരു ആശയ സമ്പന്നമായ വാക്കാണ് പ്രിയപ്പെട്ട ഉമ്മമാരെ, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ.
അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക, അള്ളാഹുവിന് വേണ്ടി വെറുക്കുക. സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളെ വെറുക്കൽ അത് ഈമാനിന്റെ ഭാഗമാണ്. അതാണ് അൽ ബുഗ്ളു ഫില്ലാഹ്. നമ്മുടെ കുമ്പളയിൽ മറവ് ചെയ്ത് കിടക്കുന്ന, കുമ്പള ബദർ ജുമാ മസ്ജിദിൽ മറവ് ചെയ്യപ്പെട്ട് കിടക്കുന്ന മഹാനായ ഖാലി മുഹമ്മദ് മുസ്ലിയാർ ഖദ്ദസുല്ലാഹു സിറഹുൽ അസീസ്, വലിയ മഹാനാ, സൂഫിയാണ്. അവരൊരു ദിവസം ഒരു പരിപാടിക്ക് അങ്ങോട്ട് പോയപ്പോ ആ പുരക്കാർ വലിയ സ്നേഹിച്ച് ബഹുമാനിച്ച് കൊണ്ടുവന്നതാണ് കാളിയാർച്ചനെ. കാളിയാർച്ച പുരക്കങ്ങോട്ട് കയറുമ്പോ പുരന്റെ മുറ്റത്ത് നിന്ന് തിരിച്ച് മടങ്ങിപ്പോയി. സുബ്ഹാനല്ലാഹ്, പുരക്ക് വന്ന കാളിയാർച്ച പുരന്റെ മുറ്റത്ത് പുരക്ക് കയറാതെ മടങ്ങിപ്പോയാൽ ആർക്കാ ടെൻഷൻ ആവാതിരിക്കുക, ബേജാറാവാതിരിക്കുക? പുരക്കാരൻ പിന്നാലെ ഓടി, ഉസ്താദേ പുരക്ക് കയറുന്നില്ലേ? അത് പറഞ്ഞപ്പോ ഈ ഖാലി മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞു, കാളിയാർച്ച പറഞ്ഞു, മോനെ, നിന്നോട് എനിക്ക് ദേഷ്യമില്ല. പക്ഷേ നിന്റെ വീടിന്റെ താഴെ, നിന്റെ വീടിന്റെ മോള് 2 ചൈത്താമാരുണ്ട്. ആ ചൈത്താമാരുള്ള വീട്ടിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല. കണ്ടോ, ആരാണ് ഈ ശൈത്വാൻ? നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഈ വീടിന്റെ മുകളിൽ ഒരു ബിദ്അത്തുകാരനുണ്ട്, ഒരു പുത്തനാശയക്കാരനുണ്ട്. പരന്റെ താഴെ തട്ടിലും ഒരു പുത്തനാശയക്കാരനുണ്ട്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ മുജാഹിദുണ്ട്, സലഫിയുണ്ട്. അത് കണ്ടപ്പോഴാണ് ഞാൻ തിരിച്ചു വന്നത് എന്ന് ഖാലി മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞുവെങ്കിൽ ഒരുപാട് സംഭവം പറയാനുണ്ട്. ഞാൻ അടുത്ത ആളായതുകൊണ്ടാണ് പറഞ്ഞത്. ഇങ്ങനെ സുന്നത്ത് ജമാഅത്തിനെ തകർക്കുന്ന, നമ്മൾ പഴയ കാലത്ത് ചെയ്തു വന്നിരുന്ന നമ്മുടെ മൗലിദും നമ്മുടെ നേർച്ചയും നമ്മുടെ റാത്തീബും നമ്മുടെ സർവ്വ വിഷയങ്ങളും എതിർത്തുകൊണ്ട് സംസാരിക്കുന്ന, അവരൊക്കെ നരകത്തിലാണെന്ന് ആക്ഷേപിക്കുന്ന സുന്നത്ത് ജമാഅത്തിന്റെ എതിരാളികളോട് ദേഷ്യം വെക്കൽ അത് ഈമാനിന്റെ ഭാഗമാണ്. അത് ഒരു വിശ്വാസിയുടെ സ്വഭാവമാണ്. മഹാന്മാര് നമ്മെ കാണിച്ചു തന്നതാണ്. അൽ ഹുബ്ബു ഫില്ലാഹി അൽ ബുഗ്ളു ഫില്ലാഹ്. ഇങ്ങനെ അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടണം, അള്ളാഹുവിന് വേണ്ടി വെറുക്കണം. ഞാൻ പറഞ്ഞു വന്നത് വമിമ്മാ റസഖ്നാഹും യൻഫിഖൂൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഉള്ളതുപോലെ കൊടുക്കണം. പ്രിയപ്പെട്ട ഉമ്മമാരെ, ഞാൻ പറഞ്ഞു വന്ന പറഞ്ഞ വിഷയങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഉള്ളതിൽ നിന്നാണ് കൊടുക്കേണ്ടത്, ഉണ്ടാക്കി കൊടുക്കേണ്ടതില്ല. ഉള്ളത് എത്ര കുറഞ്ഞാലും വേണ്ടില്ല. ഞാൻ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ ചരിത്രം പറഞ്ഞ്, അവിടത്തെ ബറക്കത്തിന് വേണ്ടി അവിടത്തെ സംഭവം പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹു നമ്മൾ കേട്ടതും നമ്മൾ പറഞ്ഞതും നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയതും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു വലിയ മഹാനല്ലേ, വലിയ സൂഫിയല്ലേ, ഖുലഫാ റാഷിദുകളിൽ പ്രമുഖനല്ലേ, അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ നിന്നുകൊണ്ട് അവിടത്തെ കൂടെ ജീവിച്ചുകൊണ്ട് സ്വർഗം നേടിയ മഹാനല്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ മഹാനായ ഉമർ തങ്ങൾ അടുത്തേക്ക് ഒരു ദിവസം ഒരു ആറാബി കടന്നു വരുന്നു. ഒരു ആറാബിയായ ഒരു മനുഷ്യൻ കടന്നു വരുന്നു. എന്നിട്ട് ആ ആറാബിയായ മനുഷ്യൻ ഈ ഉമർ തങ്ങളോട് പറയുന്നു, യാ ഉമർ അൽ ഖൈരി ജുസിതൽ ജന്ന ഉഖ്സു ബുനയ്യാതി വ ഉമ്മാഹുന്ന വ കുല്ലന മീനസ് സമാനി ജുന്ന ഉഖ്സിമു ബില്ലാഹി ലതഫ്അലന്ന. ഓ ഉമറേ, നിനക്ക് അല്ലാഹു സ്വർഗം നൽകട്ടെ, നിങ്ങൾക്ക് അല്ലാഹു സ്വർഗം പ്രതിഫലമായി നൽകട്ടെ. എനിക്കും എൻ്റെ മക്കൾക്കും എൻ്റെ ഭാര്യക്കും വസ്ത്രം നൽകണം. എൻ്റെ മക്കൾക്ക് എൻ്റെ ഭാര്യക്ക്
അവർക്ക് ധരിക്കാൻ വസ്ത്രമില്ല. അതുകൊണ്ട് അവർക്ക് ധരിക്കാനുള്ള വസ്ത്രം നീ എനിക്ക് തരണം ഉമറേ. ഉഖ്സിമു ബില്ലാഹി ലതഫ്അലന്ന. അല്ലാഹുവിനെ പിടിച്ച് ഞാൻ സത്യം ചെയ്യുന്നു, ഈ കാര്യം ഉമറേ നിങ്ങൾ ചെയ്യുക തന്നെ ചെയ്യും എന്ന് എനിക്ക് ഉറപ്പാണ്. എൻ്റെ മാര്യമക്കൾക്ക് വസ്ത്രം നൽകണം. ഇത് കേട്ടപ്പോൾ ഫഖാല ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഉമർ തങ്ങൾ പറഞ്ഞു, വ ഇല്ലം അഫ്അൽ യകൂനു മാദാ. ഞാൻ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നീ എന്താ ചെയ്യാ? നിന്റെ മക്കൾക്കും നിന്റെ ഭാര്യക്കും ഞാൻ വസ്ത്രം തന്നില്ലെങ്കിൽ എന്താ മോനെ നീ ചെയ്യാ? നിനക്കെന്താ ചെയ്യാൻ കഴിയുക? തമാശ രൂപത്തിൽ ചോദിച്ചതാണ്. കാല, അപ്പൊ ഈ മനുഷ്യൻ പറഞ്ഞു, ഈ വന്ന ആറാബിയായ മനുഷ്യൻ പറഞ്ഞു, ഇദൻ അബാ ഹഫ്സിൻ ലഅദ്ഹബന്നഹു. ഒന്നും തന്നില്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യാ? ഞാൻ തിരിച്ചു പോകും. നിങ്ങളെനിക്ക് വസ്ത്രം, എൻ്റെ ഭാര്യക്കും മക്കൾക്കും വസ്ത്രം തന്നില്ലെങ്കിൽ ഞാൻ തിരിച്ച് മടങ്ങിപ്പോകും. അപ്പൊ ഉമർ തങ്ങൾ വീണ്ടും തമാശ രൂപത്തിൽ ചോദിച്ചു, ഫഇദാ ദഹബത യകൂനു മാദാ. നീ മടങ്ങിപ്പോയാൽ എന്താ ഉണ്ടാവുക? നീ പോയാൽ ഇപ്പം എന്താ ഉണ്ടാവുക? തമാശ രൂപത്തിൽ ചോദിച്ചതാണ്. സുബ്ഹാനല്ലാഹ്. ഖാല, ആ ആറാബിയായ മനുഷ്യൻ പറഞ്ഞു, യകൂനു അൻഹാലി ലതുസ്അലന്ന യൗമാ തകൂനുൽ ഉത്യാതു ഹന്നാ വമൗഖിഫുൽ മസ്ഊലി ബൈനഹുന്നാ ഇമ്മാ ഇലാ നാരിൻ വ ഇമ്മാ ജന്നാ. എന്നെ നിങ്ങൾ മടക്കി അയച്ചാൽ, എനിക്കൊന്നും തരാതെ നിങ്ങൾ എന്നെ മടക്കി അയച്ചാൽ, ഈ സന്ദർഭത്തിനെ കുറിച്ച് യൗമാ തകൂനുൽ ഉത്യാതു ഹന്നാ, ഈ അവസരത്തിനെ കുറിച്ച്, ഈ എനിക്ക് നിങ്ങൾ തരാത്ത ഈ സന്ദർഭത്തിനെ കുറിച്ച്, ലോകത്ത് തന്ന ഒരു മനുഷ്യന് ചെയ്ത എല്ലാ അനുഗ്രഹങ്ങളും കുറിച്ച് ചോദിക്കുന്ന ദിവസത്തിൽ വമൗഖിഫുൽ മസ്ഊലി ബൈനഹുന്ന ഇമ്മാ ഇലാ നാരിൻ വ ഇമ്മാ ജന്നാ. സ്വർഗത്തിലേക്കും നരകത്തിലേക്കും മനുഷ്യനെ കടത്തുന്ന ഫരീഖൻ ഫിൽ ജന്നതി വ ഫരീഖൻ ഇലൽ ജന്നതി വ ഫരീഖൻ ഇലസ് സഈർ. സ്വർഗത്തിലേക്കും നരകത്തിലേക്കും വിഭാഗങ്ങളെ തയ്യാറാക്കിക്കൊണ്ട് ഗ്രൂപ്പുകളാക്കി തിരിച്ചുകൊണ്ട് സ്വർഗാവകാശികളാക്കി തിരിക്കുന്ന, നരകാവകാശികളാക്കി തിരിക്കുന്ന ആ സന്ദർഭത്തിൽ എൻ്റെ റബ്ബ് എന്നോട് ചോദിക്കുമ്പോൾ, ആ ദിവസത്തിൽ നിങ്ങളോട് നിങ്ങളുടെ റബ്ബ് ചോദിക്കും, ഉമറേ എനിക്ക് തരാത്തതിനെ കുറിച്ച് റബ്ബ് നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്താണ് പറയുക? ഇത് കേട്ടപ്പോൾ സുബ്ഹാനല്ലാഹ് ഫബക്കാ ഉമർ റളിയല്ലാഹു തആല അൻഹു ഹത്താ ഖല്ലത്ത് ലഹിയതുഹു. അവിടുത്തെ താടി, നീണ്ട താടി നനഞ്ഞ് കുളിക്കുന്നത് വരെ അവിടുത്തെ കണ്ണുനീര് ഒലിച്ചുകൊണ്ട് മഹാനായ ഉമർ തങ്ങൾ കരഞ്ഞുപോയി. ആഖിറത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ, ആഖിറത്തിന്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഉമർ തങ്ങൾക്ക് സഹിച്ചില്ല. ഉമർ തങ്ങൾ കരഞ്ഞുപോയി. സുമ്മകാല, എന്നിട്ട് ഉമർ തങ്ങൾ അവിടുത്തെ ഖാദിമിനോട് പറഞ്ഞു, യാ ഗുലാം, ഓ ഖാദിമേ, അഅ്തിഹി ഖമീസി ഹാദാ ലിദാലിക്കൽ യൗമി ലാ ലിശഅരിഹി. അവൻ പാട്ടുപാടിയത് കൊണ്ടല്ല, ആഖിറത്തിലേക്ക് വേണ്ടി, ആഖിറമാകുന്ന എല്ലാ നന്മതിന്മകളും വേർതിരിക്കുന്ന, അള്ളാഹുവിൻ്റെ ഹിസാബ് നേരിടേണ്ട മീസാൻ തുലാസ് കൊണ്ട് അളക്കുന്ന, സ്വർഗത്തിലേക്കും നരകത്തിലേക്കും ആളുകളെ തിരിക്കുന്ന ആ ഒരു ദിവസത്തിൽ രക്ഷപ്പെടണം എനിക്ക്. അതുകൊണ്ട് അയോ ഖാദിമേ, എൻ്റെ ഈ കമീസ്, എൻ്റെ ഈ നീളക്കുപ്പായം
ആ വന്ന ആൾക്ക് കൊടുക്കൂ കുട്ടി. അവൻ പാട്ടുപാടിയത് കൊണ്ട് ഞാൻ കൊടുക്കുന്നതല്ല, എനിക്ക് ആഖിറം രക്ഷപ്പെടണം എന്ന ചിന്തയിൽ ഉമർ തങ്ങൾ ആകെ ഉണ്ടായിരുന്ന നീളക്കുപ്പായം ആ മനുഷ്യന് വേണ്ടി കൊടുത്തു. അമാ വല്ലാഹി മാ അംലികു ഗൈറഹു, ഈ കമീസല്ലാത്ത വേറൊരു വസ്ത്രം എൻ്റെ കയ്യിലില്ല എന്ന് ഉമർ തങ്ങൾ പറഞ്ഞൊരു സംഭവം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആഖിറത്തിലേക്ക് വേണ്ടി മാറ്റിവെക്കണം. നമ്മുടെ സമ്പത്ത് ഉള്ളതിൽ വെച്ച് ചെറിയൊരു സമ്പത്തെങ്കിലും ആഖിറത്തിലേക്ക് വേണ്ടി മാറ്റിവെക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പരിശുദ്ധ റമളാനിന്റെ ദിവസങ്ങള് അല്ലാഹുവിന് വേണ്ടി ചെലവഴിക്കേണ്ട മാസമാണ്. അല്ലാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങേണ്ട മാസമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ റമളാൻ അതിൻ്റെ പകുതി ഇന്നത്തോടെ പൂർത്തിയാവുന്നു. ആ റമളാൻ കഴിയുമ്പോൾ ഒരു തെറ്റുമില്ലാതെ എല്ലാ തെറ്റുകളും പൊറുപ്പിച്ച് അക്കൗണ്ടിൽ ഒരു തെറ്റും ബാക്കിയാവാതെ അല്ലാഹുവിലേക്ക് മടങ്ങാൻ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ മുഅ്മിനാത്തുകളും മുഅ്മിനീങ്ങളും മുന്നിട്ടിറങ്ങണം, ഒരു ടാസ്കായി ഏറ്റെടുക്കണം എന്ന് വസിയ്യത്ത് ചെയ്തുകൊണ്ട് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.